ശക്തമായ ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. നല്ല അനുഗ്രഹപ്പെട്ട ഒരു നല്ല സൺഡേ സർവീസ് സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ ദൈവീയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ഇവരുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അനുഗ്രഹപ്പെട്ട നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്കായി ഭാഗ്യം ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഇവരുടെ സ്തുതിക്കുന്നു, സ്തോത്രം. സാക്ഷ്യമെന്ന് പറയുന്നത് സന്തോഷം അല്ലയോ? സാക്ഷ്യമെന്ന് പറയുന്നത് വിടുതലും സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ രുചിച്ചറിഞ്ഞതുമാണ് സാക്ഷ്യം, സ്തോത്രം. അപ്പൊ അങ്ങനെ ശക്തമേറിയ സാക്ഷ്യം പറയുവാൻ പലപ്പോഴും അനുവദിക്കത്തില്ല, പിശാച് അനുവദിക്കത്തില്ല. നമ്മൾ സാക്ഷ്യം പറയേണ്ട സാക്ഷ്യങ്ങൾ പുറത്തു വന്ന് അതേ രീതി പറയുവാൻ ആരനുവദിക്കത്തില്ല? പിശാച് അനുവദിക്കില്ല. കാര്യം എന്തുവാ? സാക്ഷ്യം ഒരു ദൈവപൈതൽ പറയുമ്പോൾ അവിടെ ആര് തകരുക? പിശാച് തകർന്നുകൊണ്ടിരിക്കുക. അവൻ പല പ്ലാനും പദ്ധതിയും ചെയ്തു വെച്ചേക്കുക. അതിനെയാണ് ആ സാക്ഷ്യത്തോട് എന്ത് ചെയ്യുന്നത്? തകർത്ത് കളയുന്നത്, സ്തോത്രം. അവിടെ ദൈവനാമത്തെ എന്ത് ചെയ്യുക? സാക്ഷ്യത്തിനകത്ത് എന്ത് ചെയ്യുക? ജയം നൽകുക. ദൈവത്തെ നമ്മൾ ഉയർത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ഒരിക്കലും നമ്മുടെ സാക്ഷ്യം ആരാഗ്രഹിക്കുന്നില്ല? പിശാച് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം എപ്പോഴും നമ്മളെ സാക്ഷ്യം പറയുവാനാണ് ദൈവം എപ്പോഴും നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും തരുന്നത് എന്തിനു വേണ്ടിയാണ്? സാക്ഷ്യം പറയണം. ആ സാക്ഷ്യം കേട്ട് മറ്റൊരു സാക്ഷ്യം എന്ത് ചെയ്യണം? ഉളവാവണം. മറ്റൊരുവന്റെ ബലഹീനതകൾ മാറണം, അവൻ ബലപ്പെടണം. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ശക്തമേറിയ ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ രാവിലെ നിങ്ങളോട് ഷെയർ ചെയ്ത്. എന്തുവാ? സ്തോത്രം. നമ്മൾ എവിടെ ബലഹീനപ്പെടുന്നത് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് യേശുവിന്റെ ശക്തി അവിടെ വെളിപ്പെടാൻ പോവുക. അപ്രകാരം ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ കർത്താവേ, ഞാൻ ചിലവരുടെ വാക്ക് കേൾക്കുമ്പോൾ ബലഹീനപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എന്റെ ശരീരത്തിനകത്ത് ചില രോഗങ്ങൾ വരുമ്പോൾ ഞാൻ ബലഹീനപ്പെടുന്നു, അല്ലെങ്കിൽ ചില സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ ഞാൻ ബലഹീനപ്പെടുന്നു, അല്ലെങ്കിൽ നാളത്തെ ഓർത്ത് ഞാൻ ചിലപ്പോൾ ബലഹീനപ്പെടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നീ ബലഹീനപ്പെടണ്ട. കാര്യം എന്തുവാ? കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ ദൈവപൈതലെ നീ വിശ്വസിച്ച് അവയാളെ ഉറപ്പോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകത്തില്ല. അവേ, ആ ഒറ്റ ദൂത് മതി നിന്റെ ബലഹീനതയിൽ പുറത്തു വരുവാൻ. കർത്താവേ, ചിലപ്പോൾ ചിലവർ സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ ഉയർത്താൻ പറ്റുന്നില്ല, അതെന്റെ ഒരു ബലഹീനയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നീ ഏത് വിഷയത്തിൽ ബലഹീനപ്പെടുന്നു ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യാൻ പോവാ? ഇറങ്ങാൻ പോവാ. ഇന്ന് പകല് ആ അഭിഷേകം ചെയ്ത് ദൈവജനത്തെ അയക്കത്തുള്ളൂ. ഇന്ന് ഭവനത്തിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേലും ആ അഭിഷേകം വെളിപ്പെടും. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഉള്ളുകൊണ്ട് നിങ്ങൾ ഏറ്റെടു, കർത്താവ്, എനിക്ക് ഇന്ന ഭാഗത്താണ് എനിക്ക് ബലഹീനയുള്ളത്. പലപ്പോഴും ഞാൻ അങ്ങ് വീണ് പോകുന്നുണ്ട്, പലപ്പോഴും എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെ വഴുതി പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന് കൂടുതൽ നന്ദി പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എനിക്ക് കൂടുതൽ നേരം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല. സ്വന്തമായ ദൈവം എന്നോട് ചെയ്യുന്ന ഉപകാരത്തെ കുറിച്ച് ഒന്നും എനിക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എങ്കിൽ ആ ബലഹീനകള് ഇന്ന് പകലൊന്ന് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ഉറപ്പായിട്ട് ദൈവത്തിന്റെ ശക്തി അവിടെ ഇറങ്ങാൻ പോവുക. ഇന്ന് പകല് ദൈവത്തിന്റെ ശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ മറുപടിയില്ലാത്ത വിഷയമില്ല. ദൈവജനമേ, ഇന്ന് മറുപടിയില്ലാത്ത വിഷയമില്ല. ദൈവത്തിന്റെ ഫ്രണ്ടിൽ മറുപടിയില്ലാത്ത വിഷയമില്ല. ഇന്ന് എന്റെ സ്വന്തത്തിൽ ദൈവം എനിക്ക് മറുപടി നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഊന്ന് വിളിച്ചു പറയുന്നു, നിശ്ചയമായി ഇന്ന് പകൽ ദൈവത്തിനെ തൊടാൻ പോവുക. ബലഹീനത ഉണ്ട് എന്ന് പറഞ്ഞ് ബലഹീനത പോവാനല്ല, ബലഹീനത പുറത്തു വരുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ബലഹീനതകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനാണ് ആരായിരിക്കുന്നത്? സ്വർഗമാഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ബലഹീനത ഉണ്ടെന്ന് ആർക്കറിയാം? നമുക്കറിയാം. നമുക്ക് ചിലതിൽ ബലഹീന ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ പൂർണ്ണരല്ലെന്നറിയാം. സ്തോത്രം, സ്തോത്രം. പക്ഷേ ബലഹീനത പുറത്തു വരുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ബലഹീനമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്, അല്ലേ? സ്തോത്രം. ചിലർ പറയും, ചിലർ സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ എന്നും അങ്ങനെ ഇരിക്കത്തുള്ളൂ. അല്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകും, ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോകും. എങ്കിൽ
നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലത് സംസാരിക്കാൻ പറ്റും. നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്തോത്രം, സൺഡേ വരുവാൻ ഞാൻ ഓർത്തു. സൺഡേ എനിക്ക് ഈ വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ല, സൺഡേ എങ്കിലും വരണം. യെസ്, അവിടെ വെച്ച് പറയുക, ഓ സൺഡേ ഫുൾ ലോക്ക്ഡൌൺ അല്ലേ, ഞാൻ പോകുന്നില്ല, ഇനി അടുത്ത ആഴ്ചയാവും. പോയി ഇല്ലേ? അടുത്ത ആഴ്ചയെ പിന്നെ ചിന്തിക്കത്തുള്ളൂ. ഒരിക്കലും സൺഡേ പാന്തോ ചിന്തിക്കത്തില്ല. എന്തുവാ അടുത്ത ആഴ്ച പാലോ, അടുത്ത ആഴ്ച കിടപ്പുണ്ടോ. പ്രീസലോ, അടുത്ത ആഴ്ച ലോക്ക്ഡൌൺ ആവത്തില്ലെന്ന് എന്തോ ഉറപ്പ്? ഇപ്പോഴത്തെ കാലത്ത് എന്തോ ഉറപ്പ്? സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, കിട്ടുന്ന ആരാധനയെല്ലാം നമ്മൾ ഏറ്റെടുത്തോണം. കാര്യം എന്തുവാ? നമ്മളെ ബലഹീനങ്ങളെ മാറ്റിക്കോണം, നമ്മൾ ധൈര്യപ്പെട്ടോണം. കാര്യം നമുക്ക് ഒരു മാസം ആരാധന കിട്ടിയില്ലെങ്കിൽ ഭയപ്പെടല്ലേ. ദൈവം ധൈര്യപ്പെടുത്തി കഴിഞ്ഞാൽ, ബലഹീനകൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ധൈര്യം പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു മാസത്തെ ആരാധന കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഭയങ്കര ഉറപ്പുണ്ടാവും. എന്തുണ്ടാവും? നമുക്ക് ജയം കിട്ടുമെന്ന്. സ്തോത്രം. പലരും തോറ്റു പോകുന്നതിന്റെ ഏറ്റവും വലിയ കാര്യത എന്തുവാ? ബലഹീനതയിലേക്ക് ഇരിക്കുക, ബലഹീനത പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കർത്താവ് എന്നോട്, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സഭയിൽ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറഞ്ഞതില്ല. എന്തുവാ? ബലഹീനത ഇരിക്കുവാനല്ല, ഇന്ന് പകല് നീ ആ ബലഹീനത യേശുവിനെ സനി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ബലഹീനതയിൽ ആര് വരും? യേശുവിന്റെ ശക്തി. യേശുവിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ മറുപടി ഇല്ലാത്ത വിഷയമുണ്ടോ? മറുപടി ഇല്ലാത്ത വിഷയമുണ്ടോ? സ്തോത്രം. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു കഥ. ഇന്ന് ആ കഥയിൽ നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരു വ്യക്തിക്ക് നല്ല സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ലൊരു അമിഹാലയ ഭവനം പുള്ളിക്കുണ്ടായിരുന്നു. സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ പെട്ടെന്ന് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഭവനം കൊടുത്തപ്പോൾ സ്തോത്രം, കൊടുത്ത സമയത്ത്, ഈ പ്രമാണം എത്തിയ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, സ്തോത്രം, ആ ഭവനത്തിന്റെ ഒരു സ്ഥലത്ത്, ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് എനിക്ക് അവകാശം തരണമെന്ന്. സ്തോത്രം. അവര് പറഞ്ഞ്, അല്ല അത് തരത്തില്ല, അത് ഇത്ര രൂപ വേണേൽ കുറച്ചെങ്കിലും എനിക്കൊരു അവകാശം വേണം. എന്തിനാ? എന്റെ ഭവനം പലപ്പോഴും വന്ന് എനിക്കൊന്ന് കാണാനാണ്. സ്തോത്രം. എന്ത് ചെയ്യണം? ഫ്രണ്ടില് എനിക്കൊരു ആണി അടിക്കാനുള്ള അവസരം തന്നു, ഒരു അവകാശം തന്ന. മേടിച്ചു കൊടുത്തു? ഒരു ആണി അടിച്ചപ്പോ ഇയാൾക്ക് എന്തുവാ? സ്തോത്രം. ഒരു ആണി അടിക്കുന്നതിന് ഇത്രയും രൂപ കുറച്ച് തരുന്നു. ഞാൻ പറഞ്ഞ ഡിമാൻഡിനകത്ത് പുള്ളി ഓക്കെയാണ്. ഒരു ആണി അടിക്കാനുള്ള സ്ഥലം മാത്രം ആർക്ക് മതി? പുള്ളിക്കാരന് മതി. അതെനിക്കൊരു വിഷയമല്ല. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, എവിടെ വേണം? അത് ഫ്രണ്ട് ഡോറിന്റെ ആ ഭാഗത്ത്. ഓക്കെ, ഇത്രയും രൂപ കുറച്ച് കിട്ടുന്ന കാര്യമില്ല, ഒരു ആണിയുടെ വിഷയമല്ല. അദ്ദേഹം എഴുതി, ആ ആണിമേൽ എനിക്ക് അവകാശം, ആ സ്ഥലവും അവകാശം, ആണിയുടെ അമയാലേ സ്തോത്രം, ആ ആണി അടിച്ചു കയറുന്ന സ്ഥലവും ആ ആണി ആർക്കുള്ളതാ? ആണി ഊരിയൊന്നും കളയാൻ പറ്റത്തില്ല. തുരുമ്പടിച്ചാൽ ഞാൻ വേറെ ആണി കൊണ്ടടിക്കും. സ്തോത്രം. തുരുമ്പടിച്ചാൽ ഞാൻ വേറെ ആണി കൊണ്ടടിക്കും. ആണി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുത്തു കളയാൻ പറ്റത്തില്ല. ആണിയുടെ അവകാശം ആർക്കാ? എനിക്ക്. അങ്ങനെ പ്രമാണത്തിന് എഴുതി ചേർത്തു. സ്തോത്രം. ഇന്ന് ചില മാതാപിതാക്കളെല്ലാം എഴുതി ചേർക്കുന്നത്, ഞാൻ ചിലവരുടെ എല്ലാം മാതാപിതാക്കളെ ചില സ്വഭാവം എല്ലാം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കും, അവർ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. പലപ്പോഴും അവർ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? അവരുടെ കാലം കഴിഞ്ഞ് മക്കൾക്ക് അനുഭവിക്കാൻ. എന്റെ സുഹൃത്ത് പറഞ്ഞ, എന്റെ അപ്പ എഴുതി വെച്ചേക്കുന്നത് എന്റെ കാലം കഴിഞ്ഞ് അപ്പന് പിന്നെ അനുഭവിക്കണമെന്ന് എഴുതി വെച്ചേക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ചിലവരെന്ത് ചെയ്യത്തില്ല, മക്കൾ എത്ര വലുതായെന്ന് പറഞ്ഞാലും, മക്കള് ഏതെല്ലാം ലെവലിലായെന്ന് പറഞ്ഞാലും ആ ലെവലിനനുസരിച്ച് ആരാവത്തില്ല. മാതാപിതാക്കള് അതിനോടൊപ്പം വരത്തില്ല. നമ്മളെല്ലാം മാതാപിതാക്കള് സ്തോത്രം എപ്പോഴും തലമുറയെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? തലമുറ അനുഗ്രഹമാവാനും വേണ്ടിയാണ്. നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇന്ന് ഭൂരിപക്ഷം മാതാപിതാക്കളുടെ മേലും തലമുറ അനുഗ്രഹത്തിലേക്ക് മാറിയാലും അവരോടൊപ്പം എന്ത് ചെയ്യത്തില്ല, അവർക്ക് മാറാൻ പറ്റുന്നില്ല. സ്വന്തം അല്ലെങ്കിൽ അവരുടെ തലമുറ അനുഗ്രഹപ്പെട്ടതിനനുസരിച്ച് അവർക്ക് ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വഴക്കുണ്ടാകും. ഉറപ്പായിട്ട് വിളിച്ചു പറയാം, വീട്ടിൽ വഴക്കുണ്ടാകും. നമ്മളെ തലമുറ ഉയരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ചെറുപ്രായം മുതലേ നമ്മളെ തലമുറ അനുഗ്രഹപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവർ അനുഗ്രഹപ്പെട്ടു പോകുമ്പോൾ അവർ പാപത്തിലേക്കല്ല പോകുന്നത്. അവർ അനുഗ്രഹപ്പെടുമ്പോൾ അവരോടൊപ്പമായിരിക്കണം ആര് നിൽക്കേണ്ടത്? മാതാപിതാക്കൾ. അപ്പോഴും ചിലവരുടെ പിടിവാശി ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ പിടിക്കുന്നിടത്ത് വരണം.
നടക്കത്തില്ല. കാര്യം എന്തുവാ? അവര് കുടുംബമായി, അവർക്ക് മക്കളായി, ഇനി അവർക്ക് അവരെ നോക്കണം. സ്തോത്രം. അതേപോലെ നമ്മളടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് അവർക്കൊരു സ്നേഹമുണ്ട്, അതും കരുതണം. സ്തോത്രം. അപ്പോഴേ അവരൊക്കെ റിബലായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റിബലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എതിരായി കഴിഞ്ഞാൽ, ഒരിക്കലും ആ കുടുംബത്തിനകത്ത് എന്തുണ്ടാവത്തില്ല? സമാധാനം ഉണ്ടാവത്തില്ല. സ്തോത്രം. എല്ലാം ഞാൻ പറയാം, ഭൂരിപക്ഷം കുടുംബത്തിനകത്തുള്ള വിഷയമില്ല. എന്റേതാ, ഞാൻ മേടിച്ചത്, എന്റെ സാധനം, അത് മാറ്റാൻ പറ്റില്ല. അത് മാറ്റേണ്ട കാലം വന്നാൽ അത് മാറ്റണം. സ്തോത്രം. എന്തുവാ? അനുഭവിക്കേണ്ട ആരാ? ഒരു പ്രായം കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട ആരാ? തലമുറ അനുഭവിക്കേണ്ടത്. തലമുറ അനുഭവിക്കുമ്പോൾ തലമുറയുടെ സന്തോഷങ്ങളോടൊപ്പം ആയിരിക്കണം ആര് നിൽക്കേണ്ടത്? മാതാപിതാക്കൾ നിൽക്കേണ്ടത്. സ്തോത്രം. ആത്മീയ കാര്യം ഞാൻ പറഞ്ഞ ലോകമായി ജീവിക്കാനല്ല, ആത്മീയ കാര്യത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കേണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവുന്നത്, സന്തോഷം ഉണ്ടാവും. സ്തോത്രം. ചിലവരൊന്നും പറയത്തില്ല, ചിലവര് എന്ത് ചെയ്യും? പറയും. പ്രൈസ്. ഞാൻ ഭൂരിപക്ഷം കുടുംബത്തിനകത്ത് കണ്ടതും ഇത് കണ്ടത്. പ്രൈസ്. ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം അതാണ്, അവർക്ക് കീഴ്പ്പെടാൻ വയ്യ. കർത്താവ് എന്ന് പറഞ്ഞേ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, ഒരു പ്രായം വരെ നമ്മളെ മാതാപിതാക്കള് എടുത്തോണ്ടു ഇല്ലേ? എടുത്തും അവരുടെ ശാസനയിലും അവര് നമ്മളെ എവിടെങ്കിലും പോയാൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടത്തില്ല. സ്തോത്രം. കാര്യം എന്തുവാ? നമ്മൾ ചെയ്യുന്നതെല്ലാം റോങ് ആണ് അവർക്കറിയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറിവില്ലെന്നറിയാം. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡ്രസ് ഇട്ട് തരേണ്ടതോ, അല്ലെങ്കിൽ സ്തോത്രമാല ഡ്രസ് വാങ്ങി തരേണ്ടതോ, അല്ലെങ്കിൽ സെലക്ഷൻ ഒരു ഡ്രസ് തിരഞ്ഞെടുക്കേണ്ടതിനോ ഒന്നും ആവശ്യമില്ല? മാതാപിതാക്കൾ ആവശ്യമില്ല. ഉണ്ടോ? നിങ്ങൾ LKG പോകുമ്പോഴും തല ഏൽക്കുന്ന പോലെയാണ് 10ാം ക്ലാസ്സിൽ തല ഏൽപ്പിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ തല ഏൽപ്പിക്കുന്നെങ്കിൽ ആ ചെറുക്കൻ മന്ദബുദ്ധിയാവത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ആ പെണ്ണ് മന്ദബുദ്ധി ആയിപ്പോട്ടേ ഉള്ളൂ. സ്തോത്രം. LKG പഠിക്കുന്ന സമയത്ത് അവന് തല നീപ്പി കൊടുത്തെന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ തല ചോദിക്കുവാണോ? ഞാൻ എന്റെ മോനാ, അത് നിങ്ങൾ ആരാ ചോദിക്കാൻ? അങ്ങനാണോ? അല്ല, അവന്റെ പ്രായം മാറി. ഇനി അവന് തന്നെ അറിയാം സ്വയം കാര്യങ്ങൾ ചെയ്യാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ വിളിച്ചോണ്ട് പോയി പറയാം, ബാത്റൂമിൽ ഞങ്ങൾ കുളിപ്പിക്കൂ. സമയം കഴിഞ്ഞു. ഈ വ്യക്തിക്ക് അവന് സ്വയമായി തീരുമാനിക്കാനുള്ള സമയമായി ഇല്ലേ? സ്തോത്രം. ഞാൻ എന്റെ പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെയായിട്ട് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് മുതൽ 18 വയസ്സ് മുതൽ അവൻ എന്തായാലും പ്രായപൂർത്തിയായി ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള ആളായി. ഇനി അവനായിട്ട് വിട്ടുകൊടുക്കണം. അവനെ പിന്നെ പിടിക്കാൻ നിൽക്കല്ലേ കുറെ കാര്യം. എന്നാൽ അവനെ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. തെറ്റ് ശരിയെന്ന് നമ്മൾ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ ചെറുപ്രായം മുതൽ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ ഉറപ്പായിട്ട് അവന് തെറ്റ് ശരിയും തിരിച്ചറിയാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞുങ്ങൾ മുതൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം പ്രാപിച്ച കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ രാവിലെ പാടിയ ഒരു പാട്ടിനകത്ത് എന്ത് പറഞ്ഞേ? ആത്മാവിനാൽ നിറയപ്പെടുന്നവന് ശാപത്തെ പാപത്തെ തിരിച്ചറിയാൻ പറ്റും. അപ്പോ നമ്മൾ പാപം ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ചില തെറ്റുകളിലേക്ക് നമ്മൾ വീഴാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കുന്നത് കൊണ്ട്. ദൈവത്തിന്റെ ആത്മാവില്ലായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തനെ? പലതും വീണുപോയത്. സ്തോത്രം. ഒരു പ്രായം കഴിഞ്ഞു. ആ വ്യക്തി തന്നെ 18 വയസ്സുള്ള വ്യക്തി തന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് 80 വയസ്സായി. സ്തോത്രം. പിന്നെ അവന്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റത്തില്ല. കാര്യം തലമുറ വളർന്നു. പിന്നെ തലമുറ പറയും, പ്രായമില്ല, കണ്ണു കാണാത്തവനെ പിടിച്ച് ടൗണിലോട്ട് വിടാൻ പറ്റൂ. 18 വയസ്സിൽ പോയ പോലെ ഞാൻ 80 വയസ്സായി, എനിക്ക് ഇപ്പോഴും ടൗണിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റൂ? പണ്ട് നമ്മൾ 5ാം വയസ്സിൽ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ തലമുറയ്ക്ക് നമ്മൾ ചെയ്തു കൊടുത്തത്, തലമുറ എന്ത് ചെയ്യും? 80 വയസ്സുള്ള വ്യക്തിക്ക് ചെയ്തു കൊടുക്കും. എന്തുവാ? ബാത്റൂമിൽ കൊണ്ടുപോകും, അവനെ കുളിപ്പിക്കും. സ്തോത്രം. സുവിശേഷനെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഏറ്റവും ഉണ്ട് ഇപ്പൊ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പ്രായമായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? പണ്ട് നമ്മൾ നോക്കിയ പോലെ നോക്കും. ഇതിന്റെ ഇടകാലത്ത് 18 വയസ്സ് മുതൽ ഉള്ള ചില കാലങ്ങളിൽ അവരെ ഭരിക്കാൻ നമുക്ക് എന്തില്ല? അവരെയായിട്ട് വിട്ടുകൊടുക്കണം. എന്തായാലേ അവരുടെ കുടുംബജീവിതം ഓക്കെ ആവത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസിനകത്ത് സ്തോത്രം ഞാൻ കണ്ടപ്പോ, ഞാൻ നമ്മളെ ആത്മീയ കാര്യത്തിനകത്ത് അത് പറയേണ്ട വിഷയമല്ല, എങ്കിലും ഞാനൊന്ന് പറയാം. ചില വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു.
സ്തോത്രം. ഒരു 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 സിനിമ ആക്ടർ വന്ന് നിൽക്കുക. സിനിമ ആക്ടറോട് ചോദിച്ചു, ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്തത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ നല്ല നടനാണ്, സ്തോത്രം, കേരളം അംഗീകരിച്ച നടനാണ്, എല്ലാം ടോപ്പിലാണ് നിങ്ങൾക്ക്, പക്ഷെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ചലച്ചിത്ര നടൻ പറഞ്ഞ ചില വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. പറഞ്ഞു, ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു 10-18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള വ്യക്തികൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഫാൻസ് അസോസിയേഷൻ. ഞാനത് ഉണ്ടാക്കാത്തതിന്റെ കാര്യം, 10-18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം അവന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റണമെന്ന് അവൻ തീരുമാനിക്കുന്ന സമയമാണ്. ആ തീരുമാനിക്കുന്ന സമയം എന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നാൽ അവന്റെ ഭാവി പോത്തേ ഉള്ളൂ. എനിക്ക് ആ നടൻ ചെറുപ്പക്കാരനാണ്. അവന്റെ ആ സ്തോത്രം, ആ ഉദ്ദേശം, അല്ലെങ്കിൽ അവൻ പറഞ്ഞ ആ വാക്ക്, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ദിവസം ചെയ്ത് പറഞ്ഞ കാര്യം എന്തുവാ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവൻ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഭ്രാന്ത് പിടിച്ചിറങ്ങിയാൽ പിന്നെ ആ ഭ്രാന്തി തന്നെ നിൽക്കും. അത് അവന്റെ ഭാവി എന്തെയും നശിപ്പിച്ചു. പിന്നെ നമ്മൾ നോക്ക്, പത്രം വായിക്കുക, ക്രിമിനൽ ബേസിനകത്ത് വരുന്ന എല്ലാം 10ഉം 18ഉം വയസ്സ്, 25 വയസ്സ്, 24 വയസ്സ് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ പിള്ളേരാണ് പല കേസിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 26 വയസ്സിനകത്ത് കല്യാണം കഴിപ്പിച്ച ചെറുപ്പക്കാരാണ് എന്തുവാ. പക്ഷെ 30 വയസ്സിന് മേപ്പോട്ടുള്ളതൊന്നും പലതും നമ്മൾ വായിക്കുന്നില്ല, കേൾക്കുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മൊത്തം 30 വയസ്സിനകത്താ. കാര്യം എന്തുവാ, അവൻ ചിലത് ഭ്രാന്ത് പിടിച്ചാൽ അവൻ ഭാവി നോക്കത്തില്ല. സ്തോത്രം. ആ നടൻ പറയുക, ആ സമയത്ത് എന്റെ പേരും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചിറങ്ങിയാൽ അവന്റെ ഭാവി പോത്തേ ഉള്ളൂ, ഞാനങ്ങ് പോവും, അവന്റെ ഭാവി പോത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് വേണ്ട, ഫാൻസ് അസോസിയേഷൻ വേണ്ട. രണ്ടാമത് പറഞ്ഞു, എനിക്കത് ഡീൽ ചെയ്തുകൊണ്ട് പോകാൻ അറിയത്തുമില്ല, അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ കഥയിലേക്ക് വരാം. ആണി അടിക്കാനുള്ള സ്ഥലം അവര് നോക്കി മുമ്പ്, സ്തോത്രം, വലിയൊരു എമൗണ്ട് കുറച്ച് കിട്ടുന്ന ഒരു ആണിയുടെ കാര്യമില്ല. പ്രൈസലോ. അത് മാത്രമല്ല, ഇയാൾ എത്ര നാള് കാണും ജീവിക്കാൻ, ഇയാൾ എത്ര നാൾ ആയുസ് കാണും, ഈ ഒരു ആണി കഴിയുമ്പോഴേ തീരുമല്ലോ. അത് വേണ്ടിയിട്ടുണ്ട്. അയാൾ ആയുസ് വരെ, അയാൾ ജീവനോടിരിക്കുന്നവരെ അത് ചെയ്യുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ അവകാശം. സ്തോത്രം. ആണിയെല്ലാം അടിച്ചു, വസ്തു പ്രമാണം ചെയ്തു, 2-3 മാസമെല്ലാം കഴിഞ്ഞപ്പോ വീടെല്ലാം നല്ല അടിപൊളി വീടാ. സ്തോത്രം. നല്ല ഫിനിഷിംഗ് വീട്. സ്തോത്രം. അല്ലെങ്കിൽ നല്ല കോടിയുടെ വീട്, കണ്ടു കഴിഞ്ഞാൽ അടിപൊളി വീട്. സ്തോത്രം. ഒരു ദിവസം രാവിലെ ഡോറ് തുറന്ന് പുറത്തു വന്നപ്പോ എന്തുവാ, ഒരു മുഷിഞ്ഞ ബെന്നിനും ഒരു മുഷിഞ്ഞ ആമി സ്തോത്രം നിക്കറും ആ മുഷിഞ്ഞ തെർത്തും ആണി തൂക്കിയിട്ടുണ്ട്. വീട്ടിടെ വന്നിട്ട് നോക്കിപ്പോ ഇതാരും ഇവിടെ കൊണ്ടിട്ട്, വീടോ നല്ല ഇന്റർലോക്കെല്ലാം ഇട്ട്, ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ മാർബിൾ എല്ലാം സ്ക്വയർ ഫീറ്റ് 1000-1500 മാർബിൾ എല്ലാം ഇട്ടേക്കുക. പ്രൈസലോ. ഇതെന്തുവാണ്, ഇത് ആരും കൊണ്ടിട്ട് തിരക്കി ചെന്നപ്പോ എന്തുവാ, അത് എടുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ, ജോലിക്കാരുടെ അടുത്ത് വന്നത് എടുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ അതിന്റെ ഓണർ വന്നു, തൊട്ടുപോലെ ആണി എനിക്ക് അവകാശം. 1-2 കോടിയുടെ വീടാന്ന് പറഞ്ഞാൽ ഈ ഒറ്റ സ്ഥാനം മതി ആ വീടിന്റെ ഭംഗി മൊത്തം മാറ്റാൻ. ഇല്ലേ? ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതുകൂടെ കൂടുതൽ വിശദീകരിക്കാറ്. അതേപോലെ ദൈവവേദനേ 1-2 കോടിയുടെ വീടാ. ഞാൻ പറഞ്ഞു, ഇന്റർലോക്കാരൻ അനുഗ്രഹപ്പെടാൻ കാണാൻ സൗന്ദര്യമുള്ള, കണ്ടറിയാൻ സന്തോഷമുള്ള ഇന്റർലോക്ക് ഇട്ടേക്കുന്ന ഗ്രാനൈറ്റ്, സ്വന്തം വില കൂടിയ ഗ്രാനൈറ്റ്, വില കൂടിയ കട്ടളകൾ, തേക്കിന്റെ ഈട്ടിയുടെ കട്ടളകൾ, വില കൂടിയ ഫർണിച്ചറുകൾ, വില കൂടിയ കാറുകൾ, സ്വന്തം ഒരുപാട് ജോലിക്കാർ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ വീടിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഈ മുഷിഞ്ഞ സാധനം കിടക്കും. ഒരാളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാൻ പറ്റും, വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇല്ലേ? ഇതേപോലെ എന്തുവാ, 2 കോടിയുടെ വീട്, ബാക്കിയുള്ള എല്ലാം അനുഗ്രഹമാ. വീടിന്റെ അകത്തെല്ലാം ഭയങ്കര അനുഗ്രഹമാ. വീടിന്റെ അകത്തെല്ലാം കയറി കഴിഞ്ഞാൽ ബാത്റൂമിനകത്ത് വേണമെങ്കിലും കിടന്നുറങ്ങും, അത്രയ്ക്ക് ഫിനിഷിംഗിലാ ചെയ്തേക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയാൽ എല്ലാവർക്കും ചിരിക്കാൻ വേണ്ടി ഒരു സാധനം കിടപ്പുണ്ട്. എന്തുവാ? ഒരു മുഷിഞ്ഞ കാര്യം. എന്തുവാ? ഒറ്റ ആണി അടിക്കാനേ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ദൈവ പൈതലേ
നീ എത്ര വലിയ അഭിഷേകം പ്രാപിച്ചാൽ നിന്റെ അകത്ത് കിടക്കുന്ന ഒരു ബലഹീന മതി നിന്നെ നശിപ്പിച്ച് കളയാൻ. നീ ഓർക്കും അത് കുഴപ്പമില്ല. സ്വന്തം എന്റെ അവസ്ഥ ദൈവത്തിന് അറിയാലോ. ഞാൻ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് എന്നോട് പറഞ്ഞ ദൂത് ഇതാ പറഞ്ഞേ. എന്തു പറഞ്ഞേ? ബലഹീനകളെ മാറ്റുന്നവനാ ഞാൻ. നീ ബലഹീന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ബലഹീനകൾ മാറിപ്പോണം, എനിക്ക് ജയിക്കണം, എനിക്ക് പുറത്തു വരണം, ഇങ്ങനെ ബലഹീനപ്പെട്ട് കിടന്ന് എന്റെ അനുഗ്രഹങ്ങളെ തടയുവാൻ കഴിയത്തില്ലെന്ന് ഒരു വട്ടം പോലെ നീ പ്രാർത്ഥിക്കുന്നില്ല. നീ പ്രാർത്ഥിക്കുന്നത് മൊത്തം എനിക്ക് ബലഹീനമുണ്ട് കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് പറയുക നിനക്ക് ബലഹീനമുണ്ട്, നിന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് അത് ക്ഷമിക്കുന്നത് കൊണ്ട് ഇന്ന് നീ ജീവനോടിരിക്കുന്നത്. പക്ഷേ നീ ഇതുവരെ ആ ക്ഷമിക്കുന്നതിന്റെ അപ്പുറത്താട്ടെ വാക്കാട്ടെ അതിനോട് ചേർത്ത് പറയുന്നില്ല, ഈ ബലഹീനന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. പറയുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ എപ്പോഴും എന്ത് പറയുന്നേ? കർത്താവെ ബലഹീനം ഉണ്ട്, കർത്താവെ ഞാൻ ബലഹീനപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്തു പോയത്, എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് ക്ഷമിച്ചു. കർത്താവിനോട് നീ എന്താഗ്രഹിക്കുന്നു, എന്ത് ചോദിക്കുന്നു, അത് ദൈവമക്കൾക്ക് തരുവാനാ ആരിരിക്കുന്നത്? കർത്താവ് തരും. സ്തോത്രം. ബലഹീനകൾ മുഖാന്തരം വന്നുപോയ ചില പ്രതികൂലങ്ങളെ ആരെടുത്ത് മാറ്റി? നീ പ്രാർത്ഥിച്ചപ്പോൾ എടുത്ത് മാറ്റി. പക്ഷേ പിന്നെ ആ ബലഹീനമായിട്ടിരിക്കുക. പിന്നെ നീ പറയുക ഞാൻ ഉപവാസമിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അമേകാല സഭയ്ക്കകത്ത് മുന്നിലാണ്, ഞാൻ എല്ലാ കാര്യത്തിനകത്ത് മുന്നിലാണ്, പക്ഷെ ഞാൻ എന്താ കർത്താവ് എന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാത്തത്? ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കിട്ടാത്തന്റെ കാര്യം വേറെ ഒന്നുമല്ല, നീ ബലഹീനകളെ ഇതുവരെ എടുത്തു കളയാൻ എന്നോട് പറഞ്ഞില്ല. ബലഹീനകളെ എടുത്തു കളയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക നിശ്ചയമായി ഞാൻ എന്ത് ചെയ്യും? ബലഹീനകളെ എടുത്തു മാറ്റും. പിന്നെ നിനക്ക് ബലഹീനം ഉണ്ടാവൂ. ഈ ബലഹീന ഇരിക്കുന്ന കാലത്തോളം നീ എന്ത് ചെയ്യും? കഷ്ടം അനുഭവിക്കും. ഞാൻ പറഞ്ഞില്ലയോ 2 കോടിയുടെ വീടാ, ഗ്രാനൈറ്റാ, അടിപൊളി ഫർണിച്ചറാ, കാറുകളെ, ജോലിക്കാരെ എല്ലാം ഉണ്ട്. പക്ഷേ നീ അനുവദിച്ചു ഒരു ആണി അടിക്കാൻ. ആ ആണിക്കകത്ത് കിടക്കുന്നത് ആ വീടിനെ എല്ലാം പരിഹാസമാക്കുന്ന സാധനമാണ്, അപമാനമാക്കുന്ന സാധനമാണ്. ആ ചെറുതാ നീ നോക്കുമ്പോൾ ഒരു ചെറിയ ആണിയായിരുന്നു, പക്ഷെ ആണിന്ന് വരുന്ന സാധനം വലിയ നാറ്റക്കേസാ, വലിയ അപമാന കേസാ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവത്തിലെ ഞാൻ വിളിച്ചു പറയാം, എന്റെ ബലഹീനകളെ മാറ്റുവാൻ ഇന്ന് പകല് നീ പ്രാർത്ഥിരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ദൂത പറഞ്ഞത്, ഇന്ന് പകല് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക ബലഹീന മാറ്റുവാൻ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ബലഹീന മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവജനത്തിനകത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, നിശ്ചയമായി കർത്താവിന്റെ ദൂത് വിളിച്ചു പറയുക, ആ ബലഹീനങ്ങളെ മാറ്റി ദൈവത്തിന്റെ ആത്മാവിനെ അവിടെ പകരാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നാൽ അവിടെ ജയത്തിന്റെ ആത്മാവ്, ആ ജയത്തിന്റെ ആത്മാവ് എടുത്തുവെട്ടാൽ നീ ഒരിക്കലും തോറ്റുപോകാൻ, നീ ഒരിക്കലും തളർന്നു പോകാൻ, നീ ഒരിക്കലും അപമാനമാവുവാൻ, നീ ഒരിക്കലും പരിഹാസമാവുവാൻ, നീ ഒരിക്കലും പരിഹാസകോലമായി നടത്തുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രിയ ദൈവത്തിലെ ബലഹീന കൊണ്ട് സംഭവിച്ചെന്നല്ല പറയുന്നത്, ബലഹീനകൾ എന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റ്. ഇനി ഞാൻ ബലഹീനപ്പെടാൻ പാടില്ല. ഞാൻ ദൈവത്തിന്റെ പൈതല, ഞാൻ ദൈവത്തിന്റെ പൈതല. അവിടെ ഒരിക്കലും ഒരു പിശാചിന് അവസരമില്ല, അവിടെ ശത്രുവായ പിശാചിന് അവസരമില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതിന് പകല് വെളിപ്പെടാത്ത ചില ബലഹീനകളെ മാറ്റത്തെ കർത്താവ്. അപ്പൊ ഞാൻ പോലും അറിയാത്ത ചില ബലഹീനങ്ങൾ എനിക്കുണ്ട്. ആ ബലഹീനത ഉള്ളത് കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂരം വിളിച്ചു പറയുന്നു, നിശ്ചയമായി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ ദൈവസ്ഥനിൽ നിന്നെ തന്നെ സറണ്ടറാക്കുന്നുവെങ്കിൽ എല്ലാ ബലഹീനകളെയും എടുത്തു മാറ്റും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ടു ജീസസ്. പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മളെ ബലഹീനത. സ്തോത്രം. നമ്മൾ ഒരു കാര്യത്തെ ഭയപ്പെടുന്നുവെങ്കിൽ പിശാച് എപ്പോഴും ആ വിഷയത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്രീകരിക്കുന്നത്. അവന് ഭയം എവിടെ വരുന്നു അവിടെ അവന് കയറണം. അവൻ ആ ഭയത്തെ കൂട്ടുന്നവനാണ്. പ്രൈസ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് എപ്പോഴും ഭയത്തെ എന്ത് ചെയ്യാൻ പോവുക? അവൻ എടുത്തു മാറ്റുവാനാണ് സ്വന്തം ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മളെ ഭയത്തെ മാറ്റേണ്ടത് ആരാ? കർത്താവ്. കർത്താവ് മാറ്റാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മളിന്ന് ഭയം മാറത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ബലഹീന മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ബലഹീന സംഭവിച്ചു പോയി സമ്മതിക്കുന്നു, കർത്താവിനോട് ക്ഷമിക്കണം. പക്ഷേ ഇനി എന്റെ മേൽ എന്നുണ്ടാവില്ലേ, ബലഹീനതകൾ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ
സ്വർഗത്തിലെ ദൈവം വിളിച്ച് പറയുക, നിശ്ചയമായ ബലഹീനങ്ങളെ ആര് മാറ്റും? കർത്താവ് മാറ്റും. സ്തോത്രം. മനോഹർ സാക്ഷി പറഞ്ഞു, യെസ്, അതെ, ചിലവര് എപ്പോഴും നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ചില വ്യക്തികൾക്ക് വേണ്ടി ചില സമയത്ത് നമ്മളോട് പ്രാർത്ഥിക്കാൻ ദൈവം പറയും. അതിന്റെ കാര്യം എന്താണെന്നറിയാം? ഒരു വലിയ പ്രതികൂലം വരുന്നുണ്ട്. ആ പ്രതികൂലത്തെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു, ദൈവസഭയുടെ പ്രാർത്ഥനയാണ് എൻ്റെ അനുഗ്രഹം, ദൈവസഭയുടെ കൂട്ടായ്മയാണ് എൻ്റെ അനുഗ്രഹം. ദൈവമക്കളെ കൂടപ്പുറപ്പെന്ന് പറയുന്നത് മെയിൻ കാര്യം അതാ. നിങ്ങളുടെ ആമികാല കൂട്ടായ്മയായിട്ടുള്ള നിങ്ങളുടെ ആത്മാർത്ഥമുള്ള പ്രാർത്ഥനയാണ് എനിക്കും എൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പ്. അല്ല, ഞാൻ ഇന്നേ വീണ് പോയത്, ഞാൻ തകർന്നു പോയത്, ഞാനും സാധാ ഒരു മനുഷ്യനാണ്. സ്തോത്രം. തകർന്നു പോകേണ്ടതാ. നിങ്ങളെ കൂട്ടായ്മയും പ്രാർത്ഥനയുമാ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു, ആ പ്രതികൂലം മാറിയിട്ടില്ല, ആ പ്രയാസം മാറിയിട്ടില്ല. ആ വലിയൊരു പ്രതികൂലം എന്റെ ബന്ധിയിലുണ്ട്. എനിക്കത് ഇപ്പൊ ഓപ്പണായി പറയാൻ പറ്റത്തില്ല. ഞാൻ സ്വന്തം പലതും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഓപ്പൺ ആക്കത്തില്ല. പലതും ഞാൻ രഹസ്യമായിട്ട് വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചു, ദൈവമേ, ദൈവത്തിന്റെ കൃപയും ഈ പ്രാർത്ഥന കൂട്ടവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ തകർന്നു പോയത്. അത്രയ്ക്കുള്ള വിഷയത്തിൽ കൂടെ ഞാൻ കയറി വന്നു. പൗലോസ് പറയും, സ്തോത്രം, അവര് പറയുന്ന വിഷയത്തിനകത്ത് വലിയ വിഷയം എനിക്കുണ്ട്. അവരങ്ങ് അത് വലിയ വിഷയമാക്കിയേക്കോ. അതിലും വലിയ വിഷയമാ ആരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്നത്. അവര് പറഞ്ഞു, ഇന്നെല്ലാം വിട്ടുകൊടുത്തത്, ഞാൻ അതിലും വലുതാ വിട്ടിട്ട് വന്നത്. കാര്യം എന്തുവാ? അതിലും വലിയ ലാഭം ക്രിസ്തുവെന്ന് കണ്ടു. സ്തോത്രം. അതേപോലെ ദൈവമക്കളെ, എന്റെ സാക്ഷ്യം പൂർണ്ണമായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളുണ്ട്. പ്രൈസലോ. ആ സാക്ഷ്യത്തിന്, ആ വിഷയത്തിനകത്ത് നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന ഒറ്റ ഒരാളാ. ആരാ? ദൈവത്തിന്റെ കൃപ. സ്തോത്രം. നാളെയാണ് ഒരു ഡേറ്റ് വരുന്നത്. ആ ശാപം നാളെ അങ്ങ് വിട്ടു മാറണം. സ്തോത്രം. ആ ബന്ധനം അഴിഞ്ഞു മാറണം. പ്രൈസലോ. മാനസികമായി തകർക്കുന്ന, അപമാനിക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലുള്ള വെല്ലുവിളിയായിട്ട് വന്നതാ. അതിനെ ദൈവം ഇത്രയും ഉടച്ചു മാറ്റി വെച്ചേക്കുക. നാളെ അത് പൂർണ്ണമായി ഉടഞ്ഞു മാറണം. ആ പ്രതികൂലമുണ്ട്. യെസ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. കാര്യം എന്തുവാ? അവരുടെ ജയം നൽകുവാനുണ്ട്. ദൈവം നമ്മളെ കുറിച്ചെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ സഭയെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവജനത്തെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ദൈവ മക്കളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറയാറില്ലേ, ദൈവഹിതപ്രകാരം എടുക്കപ്പെടുന്ന ഒരു കൂട്ടം മാത്രം മതി ഇതിനകത്ത്. ആ കൂട്ടം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ചിലയിടത്തെല്ലാം പെട്ടെന്ന് അത്ഭുതം നടക്കുന്നു. അത്ഭുതം നടക്കുന്നതനുസരിച്ച് പ്രതികൂലമുണ്ട്. നമ്മൾ അവിടെ പെതുക്കെ നടന്നാൽ മതി. കാര്യം എന്തുവാ? നടന്നതാ. കർത്താവ് പറയുക, ചെറിയ അത്ഭുതത്തിനല്ല ദൈവം വിളിച്ചേക്കുന്നത്, രാജകീയ ശുശ്രൂഷകൾക്ക്, രാജകീയ ജീവിതത്തിലേക്ക് ദൈവജനത്തെ വിളിച്ചിരിക്കുന്നത്. ഈ സഭയ്ക്കകത്ത് കടന്നു വന്ന ദൈവജനത്തോട് ഞാൻ ഉറപ്പിച്ച് ദൂരത്തിന്റെ ദൂത് പറയാം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന രാജകീയ പൗരത്വ, രാജകീയമായുള്ള ശുശ്രൂഷകൾക്കേക്ക, രാജകീയമായുള്ള നന്മകളേക്ക. അതുകൊണ്ട് പ്രതികൂലം കൂടെ ഉള്ളത്. പേടിക്കല്ലേ. ഈ പ്രതികൂലം, പ്രയാസവും സങ്കടങ്ങളെല്ലാം വരും. ഒരു നിമിഷം കൊണ്ട് ആര് ചിന്തിച്ചാൽ പോവും? ദൈവം ചിന്തിച്ചാൽ പോവും. ഞാൻ പറയുന്നത് എല്ലാം സാവധാനത്തിൽ വരുന്ന, എന്നാലേ നമ്മൾ കുറെ പഠിക്കത്തുള്ളൂ. സ്തോത്രം. ചിലത് പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്ന നമ്മളെ തലമുറകളെല്ലാം ഇത് കണ്ടു വളരുമ്പോൾ അവരത് പഠിക്കുമ്പോൾ അവരെന്ത് ചെയ്യത്തില്ല? ചതിക്കുഴി വീഴത്തില്ല. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, നമ്മുടെ സഭയ്ക്കകത്ത് എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞ് ഇപ്പൊ ഇളക്കിയിട്ടെല്ലാം പോയവരുണ്ട്, നിന്നിട്ടില്ല. കാര്യം എന്തുവാ? നമ്മളെ ഓർക്കും, അവർക്ക് ഇത്രയും വിശ്വാസം. ചുമ്മാതാ. സ്തോത്രം. കൂടുതൽ പ്രഹസനം ചുമ്മാതാ. പ്രഹസനമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ട എന്തുവാ? ഉള്ളിൽ നിന്ന് വരുന്നതാ. അല്ലയോ? പ്രാർത്ഥിക്കാൻ നമുക്ക് തന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വലിയൊരു വിഷയമാണ്. കഴിഞ്ഞ ആഴ്ചയെല്ലാം വലിയൊരു നീർന്ന വിഷയമായിരുന്നു, പ്രതികൂലത്തിന്റെ വിഷയമാണ്. എനിക്ക് തോന്നുന്നു നാളത്തോട് അത് തീർക്കണം. ദൈവത്തിന്റെ അത്ഭുതം അതിനകത്ത് ചെയ്യും. ഈ സൺഡേ സർവീസിനകത്ത് അത്ഭുതം ദൈവം ചെയ്യും. സ്തോത്രം. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്തുവാ? ഉള്ളത്തിൽ തോന്നിയില്ലേ? സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ മിക്കവാറും ഉള്ളവർ എന്നെ ചില സമയത്ത് വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ എന്തോ വിഷയമുണ്ട്. ചില വിഷയം നമ്മൾ തുറന്നു പറയും, ചില വിഷയം നമ്മൾ മിണ്ടാതെ. വിഷയം ഉണ്ടായിട്ടാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ദൈവം പ്രാർത്ഥിക്കാൻ തരുന്നത്. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരമാണ്. സ്തോത്രം. അപ്പൊ നിങ്ങളെ പ്രാർത്ഥനയാണ് സഭ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എന്റെ പ്രാർത്ഥനയല്ല സഭ നിൽക്കുന്നത്, ദൈവജനത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന കൂടപ്പിറപ്പുകളുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പ്രൈസലോ. എനിക്ക് സ്വന്തോ ബന്ധോ ഒന്നുമില്ല, എല്ലാം വിട്ടാ ഞാൻ ഇറങ്ങിയേക്കുന്നത്. എനിക്ക് ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിന്റെ നാമം അറിയിക്കും. സ്തോത്രം. കർത്താവ് എന്തു പറയുന്നു അത് പൂർണ്ണ ഹൃദയത്തോട് ചെയ്യണം.
ചില സ്തോത്രം ശാരീരികമായുള്ള ചില രോഗത്തിന്റെ അവസ്ഥയാണെങ്കിൽ പിന്നെയും ചിലതിന്മേൽ ജയിക്കാൻ പറ്റും. അതേസമയം മാനസികമായുള്ള തകർക്കുന്ന ചില വിഷയങ്ങളാണെങ്കിൽ ചില പാടാണ്. ഓരോ വിഷയത്തിനും ഓരോ രീതി പാടുണ്ട്, ഇല്ലയോ? സ്തോത്രം. മാനസികമായി തകരുമ്പോൾ ശരീരത്തിൽ രോഗം ഉണ്ടാകും, ഇല്ലയോ? രോഗങ്ങളും വരും. പ്രൈസ് ദി ലോർഡ്. ഒരു പിശാച് പല പ്ലാൻ ചെയ്യും, പക്ഷെ അവന്റെ പദ്ധതി ജയിക്കത്തില്ലെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും? മക്കളെ, ഈ കർത്താവായ യേശുവിനെ പരീക്ഷിക്കാൻ വന്നു പിശാച്. യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. എന്തോ വെച്ചാ പരീക്ഷിക്കാൻ വന്നേ? വചനം എടുത്തോണ്ട്. എന്തു പറഞ്ഞേ? കർത്താവ്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ യേശുവിനെ പരീക്ഷിക്കുന്ന കുറെ ഭാഗവും നമ്മൾ ഒരുപാട് വട്ടം പ്രസംഗിച്ച വിഷയമായിട്ട ഞാൻ അതിലോട്ട് പോവാം. യേശു മൂന്ന് പരീക്ഷയെ വന്നു. 3 പരീക്ഷയിലും യേശു ജയിച്ചപ്പോൾ അടുത്ത വചനം പറയുന്നു, കുറെ നാളത്തേക്ക് പിശാച് ആരുടെ അടുത്തില്ല? യേശുവിന്റെ അടുത്തില്ല. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് കിടക്കും. എന്തുവാ? കുറെ നാളത്തേക്ക് യേശുവിന്റെ അടുത്തേക്ക് ആര് വന്നില്ല? പിശാച് വന്നില്ല എന്ന് പറഞ്ഞാൽ വരാതിരിക്കത്തില്ലെന്നല്ല. വരാതിരിക്കും. എവിടാ? കാൽവരി ക്രൂശിൽ കർത്താവ് ജയമെടുത്തപ്പോൾ അവരുടെ തല തകർന്നു. ഇനി അവരുടെ പ്ലാൻ വരുന്നില്ല. നമ്മളെ ജീവിതത്തിലേക്ക് ആ പ്ലാൻ എപ്പോഴും വരുന്നതിന്റെ കാരണം എന്തുവാ? നമ്മൾ അയ്യോ പാസ്റ്റ് അങ്ങനെല്ലാം പറഞ്ഞു, പിന്നെയും പ്രശ്നങ്ങളുണ്ടല്ലോ, ഞങ്ങൾ വീണ്ടും ജനിച്ചവരാണല്ലോ, പിന്നെയും പ്രശ്നങ്ങളുണ്ടല്ലോ, പിശാച് വരത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നു. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. കർത്താവ് പറഞ്ഞു, അവരുടെ തല ഞാൻ തകർത്തു. ഇനി അവനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അവനെ നിങ്ങളെ ചെയ്യുവാൻ കഴിയത്തില്ല. അവനെ മൂടോടെ എടുത്തു കളയുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമുക്ക് എപ്പോഴും സന്തോഷം തന്നായിരുന്നു നമ്മൾ എന്ത് ചെയ്തേ? അഹങ്കാരിയായി. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ചില ശോധനയും പ്രതികൂലം ഇല്ലെങ്കിൽ മസിൽ പിടിക്കും. ഞാൻ എന്നുള്ള ചിന്തയെല്ലാം വരും. ശോധനയും പ്രതികൂലം വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ മേൽ ആര് പ്രവർത്തിച്ചേ പറ്റൂ? കർത്താവ് പ്രവർത്തിച്ചേ പറ്റൂ. ഏറ്റവും കൂടുതൽ ശോധനയും പ്രതികൂലം വരുമ്പോഴല്ലയോ നമ്മൾ ദൈവസ്ഥാനിൽ സറണ്ടർ ആവുന്നു? ആണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്ന ഒരു കാര്യമാണ്. എന്തുവാ? പ്രതികൂലം ശോധനയുണ്ട്. അതുകൊണ്ട് പത്രോസിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ദൂതിയെ എവിടെ പറഞ്ഞു? എന്ത് പറഞ്ഞു? കഷ്ടമുണ്ട്, പക്ഷെ നിനക്ക് നേട്ടവും നന്മയും ഉണ്ട്. അതാർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തടയുവാൻ കഴിയത്തില്ല. ചില പ്രതികൂലം പ്രയാസമല്ല തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ പിശാചിന് നീ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജയിക്കാൻ പറ്റത്തില്ല. പിശാചിന് തലയുള്ളപ്പം അവൻ ജയിക്കുമായിരുന്നു. പലരെ അവന്റെ കയ്യിലാക്കിയായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു വരേണ്ടവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ പോലും പിശാചിന്റെ തന്ത്രത്തിനകത്ത് എന്ത് ചെയ്തു? വീണുപോയി. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്, ഇല്ലയോ? നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ആ തലയെ കാൽവരി ക്രൂശിൽ കർത്താവ് എന്ത് ചെയ്തു? തകർന്നു. ഇനി ബാക്കിയുള്ള ഭാഗം കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മളെ ജയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ തോൽപ്പിക്കാനുള്ള പ്ലാനുമായിട്ട് അവൻ വരും. പക്ഷെ നമ്മൾ മേൽ വസിക്കുന്ന നസറേനായ യേശു ഉള്ള കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ ജയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞ യേശുവിനെ സ്വന്തം യേശുവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലും എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകത്തില്ല. പക്ഷെ നമ്മൾ എന്നിട്ട് ഒന്ന് വീണു പോവാ. കാര്യം എന്തുവാ? ഇവൻ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഓർക്കും നമ്മളെ ദൈവത്തിന്റെ വലിപ്പം പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ വലിപ്പം പലപ്പോഴും മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കുന്ന ദൈവജനമാണെങ്കിൽ ഉറപ്പായിട്ട് വിളിച്ചു പറയാം, ശത്രുവായ പിശാചിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തൊടുവാൻ കഴിയും. തൊടുവാൻ കഴിയത്തില്ല. ചില പ്രതിസന്ധി പ്രതികൂലം അതിൽ കൂടെ എല്ലാം പോയാലേ ചില സാക്ഷ്യം പറയുവാൻ കഴിയത്തുള്ളൂ. ചിലവരെ ബലപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ചിലവരെ ശക്തിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആമേൻ. നമുക്കൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാം സാക്ഷിയുണ്ട്. ചില സഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് സാക്ഷ്യമില്ല, ഒന്നുമില്ല. കാര്യമില്ല. അവർക്ക് ദൈവത്തെ ഇതുവരെ രുചിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് സഭ തുറക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഉള്ള ആഗ്രഹം സഭ എങ്ങനെയെങ്കിലും തുറക്കണം. ചിലവരെ ആഗ്രഹിക്കുന്ന സഭ തുറക്കല്ലേ, ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുഖമാണല്ലോ. സ്തോത്രം. ദൈവത്തിന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തിന് എന്ത് ചെയ്യണം? സഭ തുറന്നേ പറ്റൂ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷിയും നമ്മൾ കേട്ടു.
സ്തോത്രം, വീട്ടിൽ എത്ര ആരാധിച്ചാലും എത്ര ദൈവത്തെ സ്തുതിച്ചാലും സഭ ഓപ്പണിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ചില പിരിമുറുക്കം ഉണ്ടായിരുന്നു. ആരാധനയ്ക്കൊന്നും വന്നപ്പെടാതെ മാറിപ്പോയോ? കാര്യം എന്തുവാ? ആരാധനയിലെ ചില ബന്ധനം പൊട്ടത്തുള്ളൂ. ഇത് സഭ ഒന്നിച്ചിരുന്ന് ഒരേ ആത്മാവിൽ ആരാധിക്കുക. ഇവിടെ നമ്മൾ ആമികാലിൽ മറ്റുള്ളവരെ കാണിക്കുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന പരിപാടിയല്ല. നമ്മൾ സഭയായിട്ട് എന്ത് ചെയ്യുക? ഒന്നിച്ചിരുന്ന് ആരെ ആരാധിക്കുക? ദൈവത്തെ ആരാധിക്കുക. അവിടെ ഒരേ ആത്മാവ വെളിപ്പെടുന്നത്. അവിടെ ദൈവത്തിന് ഇറങ്ങി വന്നേ മതിയാവും. ഇന്ന് മധ്യയിൽ നമ്മളെ മധ്യയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിന്മേൽ ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് പറയുന്നുണ്ട്. ചില കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. കുടുംബത്തിനകത്തുള്ള ചേർച്ചകളെ ദൈവം ഉടച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്റെ ആവികാലത്തിൽ തളരുന്ന ചില അവസ്ഥകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുക. ചിലവരെ മടുപ്പിക്കുക എന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുക. ആ മടുപ്പിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് കർത്താവ് തൊട്ടോണ്ടിരിക്കുക. ദൈവം തൊട്ടോണ്ടിരിക്കുക. നീ ഏൽപ്പിച്ച് പറ, ആ ബലഹീനങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി തുടച്ചു മാറ്റി എന്ന് നീ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാം. നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം പകരം സാക്ഷ്യങ്ങൾ നടക്കാൻ പോവുക. വിശ്വസിച്ച് ഓരോന്ന് ചെയ്യുവാൻ മുന്നിലോട്ട് വാ. ദൈവത്തിന്റെ വാഗ്ദത്തം വിളിച്ചു പറയുക. ദൈവം മറുപടി തരാൻ പോവുക. അനുവർ കാലിനകത്ത് ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഇന്ന് എന്തായാലും ഞാൻ അത് ഉച്ചയ്ക്ക് മുമ്പേ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ മുറിച്ചു കളയും. വിശ്വസിച്ച് മുറിച്ചു കളാം. ദൈവ സൗഖ്യമാണ്. ദൈവത്താൻ കഴിയാത്ത വല്ല ഉണ്ടോ? ദൈവത്താൻ കഴിയാത്തതുണ്ടോ? ക്ലാസ് വന്നത് ചിലത് പഠിപ്പിക്കാനാണ്. അത് പഠിച്ചിട്ടുണ്ടോ? മുറിച്ചോ? പഠിച്ചു കഴിഞ്ഞിട്ടേ മുറിക്കാവൂ. മുറിച്ചിട്ടുണ്ടോ? അമികാല പഠിച്ചോ? മുറിച്ചോ? ദൈവം നിനക്ക് വിടുതൽ തരും. അതുപോലെ ഓരോ ശോധന എന്റെ കുടുംബത്തിൽ തരുമ്പോൾ പറഞ്ഞോണം, ഇത് വന്നത് എന്നെ ചിലത് പഠിപ്പിക്കാനാ. ഇത് ഇനി എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാവത്തില്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തീരണം. ദൈവം അത് വിടുവിക്കും. അത് രോഗമാവട്ടെ, സാമ്പത്തിക വിഷയമാവട്ടെ, മാനസിക ക്ലേശമാവട്ടെ, ഭാരമാവട്ടെ, സങ്കടമാവട്ടെ, എന്തും എന്ത് ചെയ്യും? സ്തോത്രം. ഇപ്പൊ ചില കുടുംബത്തിനകത്ത് സ്തോത്രം പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യും? ശക്തമായി ദൂത് തരും. ഈ പ്രാർത്ഥനയിലായിരിക്കും ആ ദൂത് ഞാൻ ചിലപ്പോൾ പറയുന്നത്. ചിലവർക്ക് അത് മനസ്സിലാവത്തില്ല. ചിലവർക്ക് എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് നിന്ന് പറയാം. അങ്ങനെ വ്യക്തമായിട്ട് പറയേണ്ടതാണെങ്കിൽ ദൈവം പറയിപ്പിക്കും. മറ്റേ പ്രാർത്ഥനയോട് പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിന് അറിയാം സമയമാകുമ്പോൾ വിടുതൽ തരാൻ. അത് ഏറ്റെടുത്തിട്ടുണ്ടോ? വിടുതൽ ഉറപ്പാണ്. ചിലവർക്ക് അയ്യോ അത് പാസ്റ്റർ പറഞ്ഞില്ലല്ലോ, പാസ്റ്റർ ചുമ്മാ ഇങ്ങനെ പറയാൻ. അല്ല, ദൈവം തന്നിട്ടാ പറയുന്നത്. ദൈവം തന്നിട്ടില്ലെങ്കിൽ ഒന്നും പറയത്തില്ല. സ്തോത്രം. ചിലവരോട് വ്യക്തിപരമായിട്ട് പറയാൻ ദൈവം അയക്കാറുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളതാണ്. അതിനകത്ത് ദൈവം ആ രീതി ചെയ്യും. സ്തോത്രം. ചിലവരെ കണ്ടിട്ട് ദൈവം എന്നോട് പറയും രഹസ്യമായി പാർച്ചുവാൻ പറയും. സ്തോത്രം. ഇപ്പം കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞാലും കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയിപ്പിക്കുന്നതാണ്. അപ്പോഴും മഹത്വം ചെല്ലേണ്ട ആർക്കാ? കർത്താവിന്. ചിലത് കർത്താവ് പറയും നീ ഒന്നും പറയണ്ട, പാർച്ചോളം പറയും. അവിടെ നടക്കുന്ന ചില അത്ഭുതങ്ങൾ കാണുമ്പോഴും മഹത്വം ആർക്കാ വേണ്ടത്? കർത്താവിന്. അല്ലാതെ എനിക്കാണോ? ഞാൻ മഹത്വം തേടി പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം പോയി. ഇന്ന് പലർക്കും അവരോട് മഹത്വം തേടി പോകുന്നത് കൊണ്ടാ പലയിടത്തും എന്തിരിക്കുന്നേ? സ്തോത്രം. വീട് പോകുന്നത്, പലരും തകർന്നു പോകുന്നത്. എല്ലാം ദൈവദാസന്മാരും എല്ലാം ദൈവമക്കളും വലിയ കഴിവുള്ളവരാ. ദൈവം വലിയ കഴിവ് കൊടുത്താ വന്നേ. പക്ഷെ പലരും വീട് പോകുന്നതുകൊണ്ടാ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ഞാൻ ഒരു സഹോദരന്റെ അടുത്ത് ഇന്നാലും ചോദിച്ചു, LLB പഠിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്, എന്നിട്ട് ഈ വക്കീലൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് LLB പഠിക്കുന്ന എല്ലാവരും ബുദ്ധിയുണ്ട്, ജയിച്ചിട്ടുണ്ടെങ്കിൽ അവന് ബുദ്ധി ഉണ്ടായിട്ടാ ജയിച്ചേ. പക്ഷെ അത് അവതരിപ്പിക്കാനുള്ള കഴിവ് അവരില്ല. അവൻ പഠിച്ചു ജയിച്ചു, പക്ഷെ എന്തില്ല? ചിലപ്പം സ്വതന്ത്രം വലിയ റാങ്ക് ഇല്ലാതെ ജയിച്ചവനായിരിക്കും ഉഗ്രനായിട്ട് കേസ് വാദിക്കുന്നത്. കാര്യം എന്തുവാ? അവൻ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെ എനിക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുണ്ട്. അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം, ഉദാഹരണത്തിന് പറയാം, ഞാൻ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം എന്തിനു വേണ്ടി എനിക്ക് തന്നിരിക്കുന്നത്? എനിക്ക് എന്തിനാ അഭിഷേകം തന്നിരിക്കുന്നത്? പറ. നമുക്ക് ഓരോരുത്തർക്ക് അഭിഷേകം തന്നിരിക്കുന്നതിന് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തന്നെ
അഭിഷേകം തന്നേക്കുന്നത്. പക്ഷെ അഭിഷേകം തന്നതിന് ഒരു കാര്യമുണ്ട്. അഭിഷേകം തന്നേക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതികൂലത്തെ ജയിക്കുവാൻ. അതിന്റെ അഭിഷേകം തരണ്ട കർത്താവിന്. അഭിഷേകം ഉള്ളത് കൊണ്ടാ നമ്മൾ പ്രതികൂലത്തെ എന്ത് ചെയ്യുന്നത്? ജയിക്കുന്നത്. അഭിഷേകം തന്നാലും തന്നില്ലെങ്കിലും ഇപ്പൊ ഒരു ദൈവവൈദ്യുതി വന്നു വിടുന്നതാണ്. അവൻ സ്തോത്രം പറഞ്ഞ അവൻ സ്തോത്രം പറയും, അല്ലെല്ലി പറയാൻ പറഞ്ഞ അല്ലെല്ലി പറയും. പക്ഷേ ഇത് പറയാതെ പറയാൻ അവനൊരു കൃപയുണ്ടാവും. അത് അഭിഷേകം. ആ അഭിഷേകത്തെ എന്തിനാ ഉണ്ടാക്കുന്നത്? പ്രതികൂലം കടന്നു വരും. ആ പ്രതികൂലത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാലേ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ കിട്ടത്തുള്ളൂ, പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. അത് ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം കൂട്ടുന്നതാണ്. ഞാനും നിങ്ങളുമായിട്ട് ബന്ധം കൂട്ടണം. എന്ത് ചെയ്യണം? പ്രതികൂലത്തെ എനിക്ക് ജയിക്കണം. പ്രതികൂലത്തെ ഞാൻ തോറ്റുപോയാൽ കർത്താവും ദൈവമായിട്ട് അല്ല, കർത്താവ് യേശുവിനെ തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവും യേശുവിനായിട്ട് ബന്ധം കൂടാൻ പറ്റൂ? പറ്റൂ? ഇല്ല. ഉറപ്പോട് പറ, ഇല്ല. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നത് ഞാനും ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടുവാനാ. ആ ബന്ധം കൂട്ടണമെങ്കിൽ എന്റെ ഫ്രണ്ടിൽ വരുന്ന പ്രതികൂലത്തെ ഞാൻ ചെയ്യണം? ജയിക്കണം. കർത്താവ് നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ദേശത്തെ ദൈവത്തിന്റെ സാക്ഷിയായി നിർത്തുവാൻ, ദൈവത്തിന്റെ അംബാസഡറായിട്ട് നിൽക്കുവാൻ. നമ്മളെ നോക്കിയാൽ പറയണം, അവൻ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ പൈതലാണ്. അങ്ങനെയല്ലേ ദൈവം നമ്മളെ വിളിച്ചേ? അല്ലാതെ എന്റെ കുടുംബത്തിലെ കുറച്ച് കടപ്പാട് മാറി എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് വലിയൊരു വീട് വെച്ച്, എനിക്ക് വലിയൊരു കാർ എടുത്ത്, എന്റെ കുഞ്ഞുങ്ങൾ വലിയ വിദ്യാഭ്യാസം കിട്ടി, ആമികാലിലെ ഉന്നത സ്ഥാനങ്ങളിൽ പോയി അവർ ലണ്ടനിലും അമേരിക്കയിലും പോയി ഇരിക്കാനാണോ? ഇന്ന് ലണ്ടനിലും അമേരിക്കയിലും സ്തോത്രം യൂറോപ്യൻ കൺട്രി എല്ലാം പോയ പലരും ഇപ്പം തകർന്നുകൊണ്ടിരിക്കുക. കാര്യം എന്തുവാ? കാലാവസ്ഥ പല രീതിയിൽ മാറി. ഇതുവരെ ആ രാജ്യം കാണാത്ത കാലാവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ്, നീ ചന്ദ്രനാഥ് നക്ഷത്രനാഥ് പോയി കൂടുവെച്ചാലും അവിടെ നിന്നെ വലിച്ചു താഴെ കൊണ്ടുവരുന്ന ദിവസമുണ്ട്. നീ എന്നെ മറന്ന് നീ എവിടെ പോയി, നീ ഏത് സ്ഥാനത്ത് പോയി സുരക്ഷയോടെ ഇരുന്നാലും ഞാൻ വരുന്ന ഒരു ദിവസമുണ്ട് നിന്നെ വലിച്ചു താഴെ ഇറക്കാൻ. ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ വിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. സ്വന്തം ഇപ്പം ലോകപരമായി ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഫ്രണ്ടിൽ അവൻ പറയുന്നതെല്ലാം ജയിക്കുന്നു, നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു. നമ്മളെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാ, എന്നിട്ട് നമ്മൾ തോക്കുന്നു. അപ്പോഴും നമ്മളെ മേൽ ഒരു ഉള്ളത്തിനകത്ത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തുവാ? സ്വർഗരാജ്യം നിനക്ക് മാത്രമേ ഉള്ളൂ, അവനില്ല. ഞാൻ ധൈര്യപ്പെടുന്ന അതില്ല. കാര്യം എന്തുവാ? നീ ഇപ്പോഴിവിടെ അനുഭവിക്കുന്നെങ്കിൽ നിനക്കൊരു സ്ഥലമുണ്ട്. അവൻ ഇപ്പോഴിവിടെ അനുഭവിക്കുന്നെങ്കിൽ എന്തില്ല? ആ സ്ഥലം അവനില്ല, പക്ഷെ നിനക്കുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി മാറി വേർവിട്ട് ജീവിക്കുമ്പോൾ പലരെ വേണ്ടി ഒരു പൊട്ടനാ, സ്വന്തം കഴിവില്ലാത്തവനാ. ചിലയിടത്ത് എനിക്ക് സംസാരിക്കേണ്ടടുത്ത് ഞാൻ സംസാരിക്കാതിരിക്കുക, കഴിവില്ലാത്തവനാ. പക്ഷേ സ്വന്തം കഴിവുള്ളവനാ. എവിടെ? ദൈവത്തിന്റെ സന്നിധി. നമ്മൾ എവിടെ കഴിവുള്ളവനാവണ്ടേ? നമ്മളെ അടുത്ത് ഒരാള് എതിർത്ത് പറഞ്ഞപ്പോ, നമ്മൾ അങ്ങോട്ട് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോ സ്വതന്ത്രം ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം സ്വതന്ത്രം മീഡിയയിലെല്ലാം വന്നൊരു വിഷയം. ATM പോയിട്ട് തിരിച്ചങ്ങ് പോയാൽ പോലെ വേറെ തന്നെ പെറ്റിക്കകത്ത് കയറി സംസാരിച്ച് ഇപ്പൊ അവള് ഹീറോ ആയിട്ടാ പോകുന്നത്. ചടയമംഗലത്തിന്റെ ജാൻസി റാണി എന്നല്ല പറയുന്നത്. കേസ് അനുഭവിക്കാൻ പോകുന്ന അവളാ. ഈ കൈകൊട്ടിയവരും ലൈക്ക് ചെയ്തവരും ഇങ്ങനെ ആയി ഇതുപോലെ വേണമെന്ന് പറഞ്ഞവരൊന്നും കാണത്തില്ല കേസ് അനുഭവിക്കുമ്പോൾ. കേസ് പല രീതിയിൽ എഴുതി വെച്ചേക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെ ഇന്ത്യൻ കോടതി വെച്ചിരിക്കുന്ന പെറ്റിയെ വലിച്ചു കീറി കളയണമെങ്കിൽ അതിന്റെ ശിക്ഷയെല്ലാം വേറെയാ. അത് ഇപ്പോഴല്ല വരുന്നത്. അത് പോലീസുകാരൻ ഈ പണി കൊടുക്കുന്നുണ്ട്, അതിന് പിന്നെയാ വരുന്നത്. സ്തോത്രം. അപ്പോഴും വലിയ ഹീറോ അല്ലായിരുന്നു. ഇന്ന് പല രാഷ്ട്രീയക്കാരുടെ മേലും വലിയ കേസുണ്ട്, ഇല്ലയോ? ഒന്നും വേണ്ട. നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആ മോണിറ്റർ ഒന്നും ഇപ്പൊ എടുത്ത് കളയണ്ടെന്ന് ഓർത്ത് പുള്ളി ഓർത്ത് ഞാൻ മന്ത്രിയാവുന്നു. പുള്ളിക്ക് മന്ത്രിസഭയിലൊന്നും ഇരിക്കാനും പറ്റുന്നില്ല. സംസാരവും സംസാരിക്കുന്നതും ക്ലിയർ ആവുന്നില്ല. പുള്ളിക്കാരെ യഥാർത്ഥമായിട്ട് പറഞ്ഞാലും പത്രക്കാരത് തിരിച്ചു കൊണ്ടുവരുക, കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇല്ലയോ? കേസ് മാറിയോ? മന്ത്രി കേസ് മാറിയോ? അങ്ങനെ ആയിരുന്നെങ്കിൽ കള്ളൻ ബാലകൃഷ്ണ 11 മാസം ജയിലിൽ പോയി കിടക്കത്തില്ലായിരുന്നു. ഏവനും പൊങ്ങും. സ്വതന്ത്രം.
അത് തന്നെ ഏറ്റവും വലിയ തെളിവാ. നക്ഷത്രത്തിൽ കൂടാരം വെച്ചാലും നിന്നെ വലിച്ചിറക്കുമെന്ന് പറഞ്ഞത് മന്ത്രിസ്ഥാനത്ത് ഇരുന്ന പല മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും വഹിച്ച പല സന്തോഷം അനുഭവിച്ചവനാ. പോലീസുകാരെ ഭരിച്ചുകൊണ്ടിരുന്നവനാ അകത്ത് പോയി കിടന്നു. ഇല്ലയോ? ഇതെല്ലാം എന്തിനു വേണ്ടി കാണിക്കുന്നത്? നമ്മളെ പഠിപ്പിക്കാനാ. സ്തോത്രം. ഞാൻ സ്തോത്രം എന്റെ ഒരു അനിയത്തിയെ പോലെ ഞാൻ ആ കൊച്ചിനെ സ്നേഹിക്കുന്നു. ആ കൊച്ചിപ്പം കാണിക്കുന്നതെല്ലാം കൊച്ചിപ്പം ഭയങ്കര വാർത്തയെല്ലാം വരും. ഈ വാർത്തക്കാരെല്ലാം ഇപ്പം പൊക്കിയിട്ട് അടുത്ത വാർത്ത ഇത് താഴെ കളഞ്ഞിട്ട് പോകും. ഇവർക്ക് വല്ല വിഷയം വന്നാൽ ഇവള് മാത്രമേ കാണൂ. ചിലവര് പറയുന്നത് നമുക്ക് പോലീസുകാരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലീസുകാരോട് പറഞ്ഞു ഓ വെരി ഗുഡ് സ്തോത്രം ഇല്ലയോ? പോലീസുകാർക്ക് ഒരു അടി കിട്ടിയാൽ എനിക്ക് സന്തോഷം കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. കാര്യം എന്തുവാ? അത് നല്ലവരും ഉണ്ടെങ്കിൽ പോലും അത് ഏറ്റെടുക്കാൻ പറ്റും. അവരുടെ ചില വർത്താനവും അവരുടെ ചില പ്രവൃത്തിയും കാണുമ്പോൾ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ അവര് പന്നരല്ല, അവര് കൊള്ളാത്ത വ്യക്തിയല്ല, അവര് നീതിയോട് നിൽക്കുന്ന എത്ര പേരുണ്ട്. സ്തോത്രം. ഇത് ജനത്തിന് ഇഷ്ടമല്ല. ജനം നോക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പെറ്റി കിട്ടുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ പെറ്റി കിട്ടുന്നു, വല്ലതും കിട്ടുന്നെങ്കിൽ കൊള്ളത്ത് നല്ല കാര്യമാണ്. സ്തോത്രം. ഈ ജനം ഒന്നും കൈയടിക്കുമ്പോൾ നമ്മളെ കൂടെ കാണത്തില്ല. നമുക്കെല്ലാം ഒരിടത്ത് നാണം കെട്ടു പോകാൻ ഇഷ്ടമല്ല. നമ്മൾ രണ്ട് വാരിക്കും പറഞ്ഞിട്ട് പോകാൻ ഇഷ്ടം. പ്രിയ ദൈവമക്കളെ, ദൈവം പറയുക നീ നാണം കെട്ടു പോ, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവവും. നമ്മളെ തള്ളിക്കളഞ്ഞാലും വെറുത്താലും നമ്മളെ സ്തോത്രം അപമാനിച്ചാലും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ദിവസമുണ്ട്, പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് വരുന്ന ദിവസമുണ്ട്. ചുറ്റുവട്ടത്ത് നമ്മളെ പലരെ അംഗീകരിക്കാറില്ല, പക്ഷെ ചില ദിവസം അവർ അംഗീകരിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ശത്രുക്കൾക്കാകെ നീ മേശ ഒരുക്കും ഒരു ദൈവം. ആമേൻ. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ഒരു ദൂത് അതിനകത്ത് വെളിപ്പെടുത്താൻ. ഒരു മിനിറ്റ്. 12 കാളയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ 12 കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന എലിശ. 12ാമത് പൂട്ടിയ കാള ആരെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്? എലിശ. കണ്ടത്തിനകത്ത് പൂട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. വലിയ ബിസിയിൽ നിൽക്കുക പുള്ളിക്കാരൻ, വലിയ തിരക്കിൽ നിൽക്കുക, വലിയ സാമ്പത്തികമായ നന്മയ്ക്കൊക്കെ നിൽക്കുക അവൻ. ആ സമയത്താണ് ഏലിയാവ് വന്ന് അവന്റെ മേൽ പുതപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് അവനോടൊന്നും പറഞ്ഞില്ല. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കാളയെ കലപ്പയല്ല അവിടെ ദൂരെ കളഞ്ഞിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. സ്തോത്രം. ഇന്ന് പകരം ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുക. ദൂത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നിങ്ങളുടെ മേലെല്ലാം പ്രവചന ദൂതുകളുള്ളതാണ്, ദൈവത്തിന്റെ ആലോചനകളുള്ളതാണ്. നിങ്ങൾ എന്താക്കുമെന്നും നിങ്ങൾ എങ്ങനാവാൻ പോകുന്നെന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ എന്താ ദൈവം ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങളോട് വ്യക്തിപരമായി നിങ്ങളോടെല്ലാം ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ടുള്ളവരാ. ഈ ആലോചനകൾ ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളതാ. ഈ ആലോചനകളെ നിങ്ങൾക്കറിയാം, നിങ്ങൾ മറന്നുപോയിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂത് വിളിച്ചു പറയുന്നു, ആ ആലോചനയെ നോക്കി ഓടുന്നവന് മാത്രമേ ദൈവത്തിന്റെ ട്രോഫി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ദൂത് നോക്കിയിട്ട് ദൂത് കേട്ടിട്ട് ഒരിടത്ത് ക്ഷീണിച്ചിരുന്ന ഒരിടത്ത് മരിച്ചിരുന്ന സ്തോത്രം ഒന്നും നിനക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. ദൂതന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദൈവം എനിക്ക് ഭൂമിയിൽ ജീവിക്കണം ഇന്നത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തിൽ നിന്ന് കൃപാവരം എനിക്ക് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇത് പ്രിയ ദൈവത്തിലെ ആ ദൂതിനെ നോക്കി നീ ഓടുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വിളിച്ചു പറയുന്നു. നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വം നിനക്ക് പ്രാപിക്കാൻ കഴിയും. നീ പലപ്പോഴും ദൂത് കേട്ടിട്ട് ക്ഷീണിച്ചിരിക്കുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ ദൂതിനെ നോക്കിയല്ല നീ ഓടുന്നത്. പലപ്പോഴും നീ മനുഷ്യന്റെ വാക്ക് നോക്കിയ ഓടുന്നത്, ചിലപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തിയെ നോക്കിയ ഓടുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വാർത്തകൾ ദൂതുകൾ നിനക്ക് പ്രാപിക്കാൻ കഴിയാത്തത്. എന്റെ പകരം പ്രിയ ദൈവ ജനമേ, നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. ദൂതുള്ളവനാ ഞാൻ, ദൈവത്തിന്റെ വാർത്തകളുള്ളവനാ ഞാൻ. എന്റെ നശിച്ചു പോകില്ല, ഞാൻ ഒരിക്കലും എന്റെ ജീവിതം ഇങ്ങനെ പോകില്ല. ഇങ്ങനെ കിടക്കാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. എന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ട്, എന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ട്. പ്രിയ ദൈവജനമേ, ഏറ്റെടുക്കപ്പെട്ട നീ ഏറ്റെടുക്കണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിലെ ദൂത് വിളിച്ചു പറയുക. നിശ്ചയമായി അത്ഭുതം അതിനകത്ത് വെളിപ്പെടും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരൊന്നും കേൾക്കാതെ, ആലോചന ഒന്നും കേൾക്കാതെ സ്തോത്രം ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം, ആലോചനയോ ദൂതോ ഒന്നും കേൾക്കാൻ സമയമില്ലാതെ തിരക്കി നിന്ന വ്യക്തിയാണ് ആര്? എലീശ. നമുക്കാണ് ദൂത് കേൾക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. സ്തോത്രം. നമ്മളെ തിരക്കിന്നെല്ലാം ഉടച്ച് വട്ടപ്പൂജ ആക്കിയിട്ട് ആ ദൂത് തന്നത്. അപ്പൊ നമുക്ക് സമയമുണ്ടായിരുന്നു, ഇല്ലയോ? സ്തോത്രം. പക്ഷേ ദൂത് തന്നിട്ട് നമ്മൾ ഇതുവരെ ദൂതിന്റെ പുറകെ ഓടുന്നില്ല. ഒരാളെ മേളിലോട്ട് സ്തോത്രം പുതപ്പ് വന്ന് വീണേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ദേവദാസം വന്ന് പുതപ്പൊന്നിട്ടേ ഉള്ളൂ. അതും എവിടെ വെച്ചാ? കാലും കൈയെല്ലാം കഴുകി നല്ല വൃത്തിയുള്ള ഡ്രസ് ഇട്ടോണ്ടാണോ? വലിയ തിരക്കി നിൽക്കുക. സ്തോത്രം. ഇപ്പം സ്തോത്രം ചില ദൈവമക്കളോട് പറയാറുണ്ട്, ഞായറാഴ്ച നിങ്ങൾ ഒഴിവാക്കണം, ഞായറാഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് വരണം. അപ്പൊ ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റുന്നുണ്ടോ? ഞായറാഴ്ചയുടെ വില അങ്ങ് മാറിയോ? സ്തോത്രം. സ്തോത്രം. ഇല്ല, പക്ഷെ എനിക്ക് വലിയ തിരക്കുണ്ട്, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അല്ലെങ്കിൽ എനിക്ക് സ്തോത്രം ഒരു കല്യാണത്തിന്റെ വിരുന്നിന് ഹല്ലേലൂയ സ്തോത്രം രാജാവ് വിളിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം വിരുന്നെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഭടന്മാരെ അയച്ചു, വിളിച്ചവരെ ദൈവത്തിന്റെ വചനം പറയുന്നത്. കല്യാണ വിരുന്ന് ഒരുക്കി എത്തിക്കുക, നിങ്ങൾ വാ. വിളിച്ചവരെ ക്ഷണിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു, പല ഒഴിവുകൾ പറഞ്ഞു, ഞാൻ 2 ഏക്കാളുകൾ വാങ്ങി അതുമായിട്ട് ഞാൻ കണ്ടത്തിലേക്ക് പോവാ, അതിന് എങ്ങനെയുണ്ട്, ഗുണമുണ്ടെന്ന് അറിയാൻ പോവുക. അതേപോലെ തന്നെ ഒരുത്തം പറഞ്ഞ എന്റെ വിവാഹം കഴിഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ പല എക്സ്ക്യൂസ് പറഞ്ഞ് എന്ത് ചെയ്തു? ഈ ഭടന്മാരെ തിരിച്ചയച്ചു. ആ കല്യാണ വിരുന്നിന് അനുഭവിക്കാൻ അവർക്ക് ആർക്കും ഭാഗ്യം ലഭിച്ചില്ല. ഒരിക്കലും യോഗ്യത ഇല്ലാത്തവർക്ക് എന്ത് ചെയ്തു? ആ കല്യാണ വിരുന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വചനം പറയുന്നു. സ്തോത്രം. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ ആരോഗ്യം ബലവും ആയുസ്സും ആരാ തന്നത്? ദൈവം. ഞാനൊരു ഒരു നല്ല ഡ്രസ് ഇടുന്നത് ആര് തരുന്നതാ? ദൈവം തരുന്നതാ. സ്തോത്രം. നല്ലൊരു ഭവനത്തിൽ കിടക്കുന്നത് ആര് തരുന്നതാ? ദൈവം തരുന്നതാ. എനിക്ക് നല്ല തലമുറ തന്നത് ആരാണ്? എനിക്ക് നല്ല ഭർത്താവിനെ തന്ന ആരാണ്? എനിക്ക് നല്ല ഭാര്യയെ തന്നത് ആരാണ്? എനിക്ക് നല്ല കുടുംബം തന്നത് ആരാണ്? നമ്മൾ പലപ്പോഴും ഇത് പല എക്സ്ക്യൂസുകളും പറയുമ്പോഴും ഈ എക്സ്ക്യൂസ് പറയുവാനൊരു കാരണമുണ്ടല്ലോ. ഇന്ന് ഞാൻ തിരക്കാം. ഈ തിരക്ക് തന്നത് ആരാ? ഈ അനുഗ്രഹം തന്ന ആരാ? നീ പോന്നിടത്തെല്ലാം വിജയം പ്രാപിക്കുന്നത് ആരാ? വിജയം പ്രാപിപ്പിക്കുന്ന ആരാ? പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അത് മറന്നുപോകും. ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ, ഇല്ലേ? ഒരുപാട് അവസരങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ ഉപവസിക്കാൻ തന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ വചനം വായിക്കാൻ തന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ പാട്ട് പഠിക്കാൻ തന്നിട്ടുണ്ട്. സ്തോത്രം. എനിക്കൊരു പാട്ട്, ഞാൻ കൂടുതൽ പാട്ട് പാടാൻ പാട്ട് പാടി എനിക്കത് ഗ്രഹിച്ച് പാടണം, അല്ലെങ്കിൽ എനിക്ക് പാടാൻ താല്പര്യമില്ല. അതിന് ഓരോ വരി എന്റെ ഉള്ളത്തിനകത്ത് കത്തുമ്പോൾ അത് രീതിയിൽ ആ കത്തി വന്നില്ലെങ്കിൽ ഉടനെ ഞാൻ ചിലപ്പോൾ സ്പീഡാവാം, ചിലപ്പോൾ സ്പീഡ് കുറയും. എന്റെ ആ ഉള്ളത്തിനകത്ത് കത്തുന്നതായിരിക്കും വരുന്നത്. അറിയുക ആ വരി അപ്രകാരം ഞാൻ ഏറ്റെടുക്കും. ഇന്ന് പാടിയ പാട്ട് എനിക്ക് അത്രയ്ക്ക് എന്റെ ഉള്ളത്തിനകത്ത് കത്തിയതാണ്. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ പാടിയ പാട്ട് അത് ഉള്ളത്തിനകത്ത് കത്തിയതാണ്. അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അടക്കി വെക്കാൻ പറ്റത്തില്ല. അവിടെ നിന്നുകൊണ്ട് മ്യൂസിക്കില് ഇങ്ങനെ പടം അതൊന്നും പറ്റത്തൊന്നുമില്ല. ആത്മീയ ഉണർവാ വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് കത്തിക്കൊണ്ടിരിക്കുക അവിടെ. കാര്യം എന്തുവാ? വരികൾ എല്ലാം എന്തുവാ? ഉണർവിന്റെ. എലീശയുടെ മേൽ എനിക്കത് കേട്ടപ്പോ എനിക്കങ്ങ് രാവിലെ വായിച്ച് എനിക്ക് വീണ്ടും ആ സന്തോഷം വരുവാ. ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് കർത്താവ് എനിക്ക് വെളിപ്പാട് തന്നെ ഒന്നുകൂടി വായിക്കാം. ഒരുപാട് പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ ആ ഭാഗത്തോട് പറഞ്ഞപ്പോഴാ പുതപ്പ് വീണപ്പോഴേ കാളയും കളഞ്ഞു. ഞാൻ ചെളിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കാര്യം കഴിയുക, ഇതൊന്നും അല്ല നോക്കിയത്. എന്ത് ചെയ്തു? ഏലിയാവിന്റെ പിന്നാലെ ഓടി. എന്ന് പറഞ്ഞ എന്തുവാ? ആ ദൂത് അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ആ ദേവദാസൻ അല്ലെങ്കിൽ ആ പുതപ്പ് വന്ന് വീണപ്പോൾ ആ പുതപ്പിന്ന് വന്ന ആത്മസാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവന് മനസ്സിലായി അവൻ ഇപ്പോൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഇതൊന്നുമല്ല, വലുതാണ് എന്ന് പറഞ്ഞാണ് ആരോടിയത്? അത് ഏലിയാവ് ഓടിയെന്നുണ്ടോ? ഏലിയാവ് ഓടിയെന്നുണ്ടോ? ആ ഒരു വാക്ക് ഭയങ്കര വാക്കാ. എന്തുവാ? എലിശയാണ് ഓടിയ ഏലിയാവാണ്. കാര്യം എന്തുവാ? പുള്ളിക്കാരൻ ഓടിയാ ഏലിയാവിന്റെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ ഏലിയാവിനെ പിടിച്ചിരുത്തത് പറ 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 എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലേ? എന്ന് പറഞ്ഞ ദൈവപുരുഷനെ അത്രയ്ക്ക് അവൻ എന്ത് ചെയ്യുക?
റെസ്പെക്റ്റോട് ആ ദൂത് കൊണ്ടുവന്ന വ്യക്തി അത്രയ്ക്ക് റെസ്പെക്റ്റോട് എന്ത് ചെയ്യുക? ഏറ്റെടുത്തേ പോവാ. ഭയത്തോട് ഏറ്റെടുത്ത് പോവാ. ദൂതിനെ അവൻ ഭയപ്പെടുന്നു. ദൈവത്തിന്റെ ശബ്ദത്തെ അവൻ എന്ത് ചെയ്യുക? കീഴ്പ്പെടുക, ഭയപ്പെടുക, ചെല്ലുക. നമ്മളാണെങ്കിൽ ദൂത് പറഞ്ഞ അടുത്തത് കേൾക്കണ്ട, അടുത്തത് കേട്ടു, അടുത്ത വർഷം കേട്ടു, അതിന്റെ അടുത്ത വർഷം കേട്ടു, നമ്മൾ പിന്നെ വരട്ടെ അടുത്തത്. ഫ്രൈസലോ. കഴിഞ്ഞ വർഷം എനിക്ക് തന്ന വചനം ഇതാണ്, പക്ഷേ വചനത്തിനകത്തുനിന്ന് ആ വർഷം എന്തെങ്കിലും എല്ലാം നേടിയോ? അടുത്തത് വരാം. ആ വചനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് വല്ലതും കിട്ടിയോ? ഓ അടുത്തത്. ഈ രീതിയിൽ പോയാൽ വല്ലതും പ്രാപിക്കാൻ പറ്റൂ? ദൂതിനനുസരിച്ച് മാറണം. ഞാൻ എന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം കൊണ്ടുവരുമ്പോൾ, പ്രയാസം കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ബലപ്പെടുത്തുന്ന ദൂതാണ്. എന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും എന്റെ ജീവിതം ഇതേപോലെ നശിച്ചു പോകത്തില്ല. കാര്യം എന്തുവാ? നാശത്തിൽ നിന്ന് ആരെന്നെ വിളിച്ചത്? എന്റെ കർത്താവിനെ വിളിച്ചത്. വീണ്ടും എന്നെ നാശത്തിലേക്ക് തള്ളിയിടുവാനല്ല കർത്താവ് വിളിച്ചത്. ഇന്ന് എനിക്ക് പ്രതികൂലമുണ്ടെങ്കിൽ നാളെ ഞാൻ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. പുറത്തു വരുന്ന ഒരു ദിവസം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്തുവാ? കാലങ്ങൾക്ക് മുമ്പേ കൊട്ടാരക്കര പട്ടണത്തിൽ ഒരു ബഥേൽ വർഷിപ്പ് സെന്റർ സഭ ഉണ്ടാവാൻ എൻ്റെ കൂടെ കൈ പിടിച്ച ഒരാളാണ്. ഇടയ്ക്ക് വെച്ച് ചില കാര്യങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ വിട്ടുപോയത്. ഇന്നലെ മടങ്ങി വന്നിട്ട് പറയാം, പ്രാർത്ഥന വിഷയമുണ്ട്, ഇത് പ്രാർത്ഥിച്ചാലേ എനിക്ക് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ സഹോദരൻ ധൈര്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിഷയത്തിനകത്ത് ദൈവം മറുപടി. എൻ്റെ പ്രിയ സുഹൃത്താണ്, സഹോദരനാണ്. ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കും, ദൈവം നിങ്ങൾക്ക് മറുപടി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ വിട്ടുപോയതല്ലേ, കൊണ്ടുവന്ന കണ്ടോ? സ്തോത്രം. കൊണ്ടുവന്ന കണ്ടോ? ആ വിഷയത്തിനകത്ത് മറുപടി ഇവിടുന്ന് വെളിപ്പെടുത്തും. ഞാൻ ഇത് ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മളെ നിന്ദിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ? ദൈവവചനം പറയുന്നു, ശത്രുക്കൾക്കാകെ നിനക്ക് മെശ്ശൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പലരും നിന്നെ പലയിടത്തുനിന്ന് അപമാനപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ചേർക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ, നിന്റെ മേൽ വെച്ചിരിക്കുന്ന ദൂതിന്റെ സമയമാകുമ്പോൾ, ആ ദൂതിനെ മുറുകി നീ, ആ ദൂത് മുറിഞ്ഞു പോവാതെ ആ ദൂതിനെ നോക്കി നീ യഥാർത്ഥമായി ഓടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ദൂത് നിന്റെ ജീവിതത്തിൽ നിവർത്തിയാവുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ ദൂത് ജീവിതത്തിനകത്ത് നിവർത്തിയാവുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ വ്യക്തികളാണ് നിന്റെ ഭരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ശത്രുക്കൾ മുമ്പേ ദൈവമുണ്ടെന്ന്. നിന്നെ തളർത്തുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിന്നെ തളർത്തുന്ന വിഷയം കൊണ്ടുവന്നെന്ന് പറഞ്ഞ് നിന്നെ തളർത്തിക്കളയാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. തളർച്ച കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു ജയവും ഉണ്ടായത് പിന്നാലെ. ആ കക്ഷി എന്റെ അടുത്ത് വന്ന് അങ്ങനൊന്നും കാര്യമൊന്നും പറയല്ല ഞാൻ. കാര്യം എന്തുവാ? ദൈവത്തിന്റെ ആത്മാവാ കൊണ്ടുവന്നത്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിനറിയാൻ മറുപടി കൊടുക്കുക, ഇല്ലയോ? സ്തോത്രം. എന്നെ ഇന്ന് നിന്ദിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, അപമാനിച്ചിട്ടുണ്ടോ? നാളെ നമ്മളെ വെൽക്കം ചെയ്യുവാൻ കാത്തിരിക്കും. നമ്മളൊരു ശബ്ദത്തിന് വേണ്ടി അവർ കൊതിക്കുന്ന ഒരു സമയമുണ്ട്. കാര്യം എന്തുവാ? ദൂതുള്ളവനാ ഞാനും നിങ്ങൾ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ഞാൻ കരയുന്നുവെങ്കിൽ ഞാൻ ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കലും കരയാതെ ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പലരും ചിരിക്കുന്നതിന് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ കരയുന്നു മാത്രമേ ഉള്ളൂ, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ഒരിക്കലും നീ കരയാതെ ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, ഇരുട്ടിലേക്കല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, വെളിച്ചത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതെ, സ്തോത്രം. എന്റെ അമ്മ അമ്മയാലും സ്തോത്രം എന്നെ മുഖത്ത് നോക്കി, എന്റെ സ്തോത്രമാല മൂത്ത മോനെ നോക്കി പറഞ്ഞു, നീ 10ാം ക്ലാസ്സിൽ ജയിക്കട്ടെ. ശപിച്ചിട്ട് പോയത്, ശപിച്ചവരങ്ങ് പോയി. സ്തോത്രമല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവൻ പ്രാർത്ഥനയുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനകത്ത് ശാപമേക്കത്തില്ല. ദൈവം പച്ചയ്ക്ക് പറയുക, എന്തുവാ? യേശുക്രിസ്തു ഉള്ളവന്റെ വീട്ടിൽ, യേശുക്രിസ്തു എന്റെ രക്ഷിതാവെങ്കിൽ നിന്റെ മേൽ ശാപവും പാവവും ഏക്കത്തില്ല. കാര്യം
കാര്യം എന്തുവാ? അതിനെ ജയിച്ചവനാ കർത്താവ്. നമ്മളെ എന്തിനാ കർത്താവ് ജയിച്ച? എന്തിനു വേണ്ടിയാ? നമ്മൾ ജയിക്കാൻ വേണ്ടിയാ. ആണോ? കർത്താവ് കാൽവരി ക്രൂശിൽ ജയിച്ചത് ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. സ്തോത്രം. അവിടെ ഒരിക്കലും ചിന്തിക്കല്ലേ ആചാരം എനിക്ക് പാലിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ഇസ്രായേൽ ആചാരം പാലിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞാനും ആറമാന അവൻ ഇസ്രായേലിന്റെ മകനാ. ആരെ വാക്തത്വ സന്തതിയെല്ലാം ആറ് മക്കളാ? ഇസ്രായേലിന്റെ മക്കളാ. അതുകൊണ്ട് കർത്താവ് ഞാൻ ജീവനുള്ള ദൈവം, അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ. സ്തോത്രം. ഉള്ള കാലത്തോളം നമ്മളെ കുടുംബത്തിനകത്ത് എന്ത് വരത്തില്ല? ചെയ്യുന്നവരെ എല്ലാം വീട്ടിലോട്ട് തിരിച്ചു ചെല്ലത്തേ ഉള്ളൂ, നമ്മളെ വീട്ടിൽ വരത്തില്ല. സ്തോത്രം. ഇന്ന് നമ്മൾ കരയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയാം, ഒരിക്കലും കരയാത്ത ചിരി വരുന്ന ഒരു ദിവസമുണ്ട്. ആര് തരും? ദൈവം തരും. കഷ്ടവും പ്രതികൂലവും പ്രയാസങ്ങളും പ്രതിസന്ധിയെല്ലാം എന്റെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുന്നത്. കാര്യം എന്തുവാ? എന്നെ കുറിച്ചുള്ള വിളി ഇതല്ല, എന്നെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഇതല്ല, ഇതിലൊന്നും ഞാൻ തളർന്നു പോകത്തില്ല. കാര്യം എന്തുവാ? ഞാൻ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. ചിലതെല്ലാം കേൾക്കുമ്പോൾ എനിക്കും പെട്ടെന്ന് ബലഹീനം ഉണ്ടാവും. പക്ഷെ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, ദൈവമക്കൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കും ബലം പ്രാപിക്കും. ബലം പ്രാപിക്കുമ്പോൾ ചില നിമിഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ആ ദൂത് അങ്ങ് വെളിപ്പെടുത്തി തരും. ഇതിനല്ല നിന്നെ വിളിച്ചത്, ഇത് സാമ്പിൾ, നിനക്ക് കൊണ്ടുവരുന്ന സാമ്പിൾ പ്രശ്നങ്ങൾ. ഇതൊന്നും അല്ല വിളിച്ചേക്കുന്നത്. നിന്റെ വിളി വേറെയാ, വേറെ ലെവലാ. നീ ലെവലിലേക്ക് കൊണ്ടുവരുവാനാ ഈ പ്രതികൂലം കൊണ്ടുവരുന്നത്. ഞാൻ ഓർക്കുക, പുതപ്പ് വന്ന് വീണപ്പം അന്നാ നിക്ക് പറ എന്നാ പറഞ്ഞേ. ഒരു ദേവദാസനും ദൂത് പറയുമ്പോഴേ കാല് പിടിച്ചൊന്നുമല്ല, ദൂത് പറഞ്ഞിട്ട് പോകും. നടക്കും, നീ ഏറ്റെടുത്ത നിനക്ക് കൊള്ളാം. എന്റെ പോളിസി അതാ. നീ ഏറ്റെടുക്കാത്ത എന്റെ വിഷയമാണ്. ഞാൻ പറയാം, ഈ സഹോദരൻ ഒരു ബിസിനസ് ആരംഭിക്കുന്ന മുമ്പേ എന്നോട് കുറെ നേരം ഫോണിൽ കൂടെ ഇന്നത് ആരംഭിക്കുവാണ്, ഇതെല്ലാം ആരംഭിക്കും. സ്തോത്രം. ദൈവത്തിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്നെല്ലാം പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് കൂടുതൽ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ വിട്ടുപോയി. കാര്യം എന്തുവാ? പുള്ളിയുടെ പരിപാടി നടക്കാത്തതുകൊണ്ട് പുള്ളി വിട്ടുപോയി. ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ ബിസിനസ് ആരംഭിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്നല്ല, സ്തോത്രം, ഇത് ദൈവഹിതമാണോ എന്നൊന്നും അല്ല ചോദിച്ചത്. സ്തോത്രം, ഞങ്ങൾ ഇതുപോലെ പാസ്റ്റർമാരെല്ലാം ഉണ്ട് പാർട്ണർ. വെരി ഗുഡ്, നല്ല കാര്യം. സ്തോത്രം. പറഞ്ഞു നേർന്നിട്ട് ഞാൻ സുനിതയോട് വിളിച്ചു പറയുമോ, ഞാനല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് പറയാം, ഇത് പൊട്ടിപ്പോവാൻ പോവാ, ഇതിന് ഭയങ്കര വിഷയമാവാൻ പോവാ, ഇതിനകത്ത് ദൈവത്തിന്റെ വേലക്കാരും ഉണ്ട്. ഇപ്പൊ എന്തുവാ ദൈവത്തിന്റെ വേല എന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ പോവാ, ഇതിന് ചിതറിക്കാൻ പോവാ. പുള്ളിക്കാരെ ഇന്നലെ വന്ന് ഇങ്ങനെ വിഷമിച്ച് പറഞ്ഞ സുന്ദരം എല്ലാം എന്നോട് ഈ ദൂത് പറഞ്ഞതാ, ഇതേ സംഭവിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് ഇത് അപ്പോഴും പറഞ്ഞു കൊടുത്ത പുള്ളി കയറത്തില്ല. പക്ഷെ ഇപ്പൊ പുള്ളി വന്നപ്പോ എന്തുവാ, നമ്മളെ അതുകൊണ്ട് ചിലതിനെല്ലാം തോൽപ്പിക്കുന്നു. അല്ലാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല തോൽപ്പിക്കുന്നത്. കാര്യം എന്തുവാ? ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. നമ്മളെ സീറോ ആക്കിയില്ലായിരുന്നു. നമ്മൾ ദൈവത്തെ അറിയാം. ഞാൻ 100% പറയും, എന്നെ സീറോ ആക്കിയതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അറിയുന്നത്. എന്നെ ആ നിർത്തേണ്ട രീതിയിൽ അങ്ങ് നിർത്തി അനുഗ്രഹിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ഞാൻ ദൈവത്തെ അറിയത്തില്ല. ഞാൻ പറയാലോ, എന്റെ കുടുംബത്തിനകത്ത് എന്റെ സ്തോത്രം ലോകം നോക്കുന്ന രക്തബന്ധം പറയുന്ന വ്യക്തികൾ തന്നെ എന്റെ ശത്രു. അല്ലാതെ എനിക്ക് പുറത്തുനിന്നുള്ള ശത്രു തന്നേക്കുന്നത്, അകത്തുനിന്ന് തന്നെ. ഞാൻ ആ രക്തബന്ധത്തിനല്ല വില കൊടുക്കുന്നത്, ഞാൻ വില കൊടുക്കുന്നത് യേശുവിനാണ്. എന്താ കാര്യം എന്തുവാ? ഞാനത് പ്രസംഗിക്കുന്നത് കൊണ്ടും ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടും പിശാചിനെ അടിക്കുന്നത് മൊത്തം അതീന. ഞാൻ വീട് പോകും. ഞാൻ അവരെ കണ്ടല്ല ദൈവത്തിന്റെ സന്നിധി വന്നത്. ഞാൻ ആരെ കണ്ട വന്നത്? കർത്താവ് യേശുവിനെ കണ്ട വന്നത്. ചിലപ്പോൾ തന്നെ നിന്ന വരും, പരിഹാസം വരും, വന്നോട്ട്. സ്തോത്രം. എന്റെ ട്രാക്ക് അതല്ല. എന്റെ ട്രാക്ക് വെളിച്ചത്തിന്റെ ട്രാക്കാ, ഇരുളിന്റെ പാപത്തിന്റെ വ്യഭിചാരത്തിന്റെ ട്രാക്കല്ല. എന്റെ ട്രാക്ക് വിശുദ്ധിയുടെ ട്രാക്കാ. അതിനകത്ത് ആരുണ്ട്? കർത്താവ്. ഞാൻ നിന്നം കൊടുത്താൽ മതി, എന്നെ ഓടിച്ചു. ഇന്ന് പകല നിങ്ങളുടെ കൂടി വിളിച്ച് പറയുക. എലിശ എന്ത് ചെയ്തു? ഓടുക. സ്തോത്രം. അടുത്തത് കണ്ട, ഒരു മിനിറ്റ്. എലിശ ഓടുന്നു, ഓടിച്ചെല്ലുക. ഇന്ന് പ്രിയ ദൈവത്തിലെ ദൂതിനനുസരിച്ച് നീ മാറിയില്ല എങ്കിൽ, നിനക്ക് മാറ്റം വന്നില്ല എങ്കിൽ, നിനക്ക് ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹം ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഏറ്റവും വലിയ തെളിവാ എന്തുവാ? ഞാൻ അവിടെ അപ്പുറം ഇപ്പുറം ഒന്നും അല്ല നോക്കുന്നത്. ഞാൻ എലിശ ഓടുക, ഓടിയിട്ട് പറയുക. എന്ത് പറയുക? ഏലിയാ വന്നെങ്കിലും പറഞ്ഞു, എലിശയുടെ മേലിൽ പുതപ്പിട്ടേ ഉള്ളൂ, അവിടെ വെളിപ്പെട്ടു.
സ്തോത്രം. ദൈവദാസൻ തലയിൽ കൈവച്ചേ ഉള്ളൂ, വെളിപ്പെട്ടു. ഓടുക, ഓടിയിട്ട് പറയുക, ഞാൻ പോയി ചെന്ന് അപ്പനും അമ്മയെ ഒന്ന് ചുംബിച്ചിട്ട് പോവാം. നമ്മൾ ഓർക്കും അപ്പനോടും അമ്മയോടും ഉള്ള ഭയങ്കര സ്നേഹമാണ്. ഒന്നുമല്ല. അടുത്ത വാക്യം പറയും, വായിക്കാം. അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്ക എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പകർന്നവൻ വീണ്ടും എന്ത് ചെയ്യല്ലേ? ലോകത്തിന്റെ പിന്നാലെ നിൽക്കല്ലേ, ലോകത്തെ ഭയപ്പെടല്ലേ, ലോക ചിന്തയായിട്ടിരിക്കല്ലേ. എങ്കിൽ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. ദൈവം പറയുക, ഞാൻ ഏലിയാവ് ചോദിക്കുക, ദൈവത്തിന്റെ പുരുഷൻ പറയുക, ദൈവത്തിന്റെ ആ അഭിഷേകം പറയുക, ഞാൻ എന്താ നിനക്ക് ചെയ്തു തന്നിരിക്കുന്നത് അറിയാമോ? എന്തോ ചെയ്തു കൊടുത്ത്? പുറത്തൊന്നിട്ടേ ഉള്ളൂ, വിളിയെ പറ്റി ഒന്ന് പറഞ്ഞേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞേ ഉള്ളൂ, ദൂതിനെ പറ്റി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സലണ്ടറായി പറയുക, നീ അപ്പനും അമ്മയുടെ പോയിട്ട് വാ. സ്തോത്രം. പക്ഷേ താമസിക്കരുത്. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ കുറിച്ച് ഇത് തന്നെ പറയുന്നത്. നമ്മളെ ദൂതിലേക്ക് മടങ്ങി വന്നു. ദൂത് വിട്ട് ബലഹീനമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സാഹചര്യം അതാന്ന് പറഞ്ഞ് ഇരിക്കല്ലേ. അല്ലെങ്കിൽ ബലഹീനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇനി നീ താമസിക്കല്ലേ. താമസിക്കാൻ നിനക്ക് സമയമില്ല. കാര്യം എന്തുവാ? നീ ദൂത് അനുഭവിക്കേണ്ടവൻ. ആമേൻ. പ്രതികൂലങ്ങൾ ദേശത്ത് വന്നുകൊണ്ടിരിക്കുക. ഈ ലോകരാഷ്ട്രങ്ങളിലെല്ലാം പ്രതികൂലം വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് നിനക്ക് ദൂത് തരേണ്ടതാ, ദൂത് അനുഭവിക്കേണ്ടവനാ. നീ താമസിച്ചു പോലെ നീ ദൂതിലേക്ക് മടങ്ങുക. എങ്കിൽ കർത്താവ് പറയും, ദൂത് തരാൻ പോവുക. നേരത്തെ എന്ത് പറഞ്ഞ്? ബലഹീന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ബലഹീന കൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഏറ്റു പറയുക. അടുത്ത സെക്കൻഡ് എന്ത് പറയണ്ടേ? ബലഹീന എന്റെ ജീവിതത്തിന് മാറിപ്പോകും. താമസിക്കരുത്. ആ പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട സമയം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിരിക്കുക. ഇനിയും താമസിക്കരുത്. ആ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് കൂടുതലായി ചേർത്ത് പഠിപ്പിക്കാൻ പോവുക. അടുത്തത്, അപ്പനെ കാണാൻ പോയതാണോ? അമ്മയെ കാണാൻ പോയതാണോ? എന്തുവാ? ഏർക്കാള് അവന് അധ്വാനിച്ചുകൊണ്ടിരുന്ന ഏർക്കാളെ എന്ത് ചെയ്തു? അവൻ കണ്ടിച്ചു, എല്ലാവർക്കും ആഹാരമായി കൊടുത്തു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, അതിന്റെ കലപ്പയാണ് വിറവരിച്ചത്. ആലോചിക്കുക. കാര്യം എന്തുവാ? ഞാൻ കളഞ്ഞതിലോട്ട് നീ വരുന്നു. ചിലവര് കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പോകും. കളഞ്ഞിട്ട് പിന്നെ പോവും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില നാളുകൾക്ക് മുമ്പേ നമ്മളെ സഭയ്ക്കകത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓട്ട ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ വിളി കേട്ടു. പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി എനിക്ക് ഓട്ട വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ദൈവത്തിന് മതി. പൂർണ്ണമായി ചാടി ഇറങ്ങി. സംസാരമെല്ലാം പിന്നെ വേറെ ലെവലായി. കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ ഓട്ട ഓടിക്കാൻ പിന്നെ ഇറങ്ങി. എന്ത് ചെയ്യേ? ഈ തീരുമാനം എടുക്കുന്ന മുമ്പ് ആലോചിക്കും. ദൈവത്തിന്റെ ദൂതിനെ പ്രകാരം എന്റെ ഒരു പക്വത വരുത്തണം. പക്വത വരുത്തിയില്ലായിരിക്കണം തീരുമാനം എടുക്കും. തീരുമാനം എടുത്താൽ എങ്ങോട്ട് പോകാൻ? ഞാൻ എപ്പോഴും പറഞ്ഞു, ഓട്ടോ കളയല്ലേ, വെക്ക്, ഇച്ചിരി സാവധാനം, ഇച്ചിരി വെയിറ്റ് ചെയ്യും. എല്ലാ കാര്യവും ഒന്ന് അടുക്കം ചിട്ടയാക്കി ദൈവസ്ഥ തീരുമാനം എടുക്കും. ഞാൻ ഇറങ്ങാൻ പോവാ, എല്ലാം ഒന്ന് അടുക്കം ചിട്ടയായിട്ട് ഇറങ്ങി പോവാ. അപ്പൊ ദൈവം ഇരട്ടി ശക്തി. ഇല്ലില്ല, ഞാൻ എന്തു പറഞ്ഞേ? ഒരു വാക്ക് പുള്ളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഉപേക്ഷിച്ചതാ. അമ്മേ, ശ്രദ്ധിച്ചത് ഞാൻ ഭക്ഷിക്കത്തില്ല. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് ഭക്ഷിച്ചു. ഇപ്പോഴും കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ പലതും വിട്ട് ദേവസ്ഥനിലേക്ക് വരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എടുക്കാൻ പറ്റും. നമുക്ക് ഇതൊന്നും കുഞ്ഞേളിയൊന്നുമല്ല. കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ കുഞ്ഞേളിയല്ല. ആരെ മാത്രമേ കാണാവൂ? ക്രിസ്തുവിനെ മാത്രമേ കാണാവൂ. എന്റെ പഠിത്തമോ എന്റെ ഡിഗ്രിയോ അല്ലെങ്കിൽ എന്റെ കുടുംബ മഹിമയോ ഒന്നും കണ്ടുകൊണ്ടല്ല നിൽക്കുന്നത്. ഒറ്റ മഹിമയുള്ളൂ, യേശു എന്ന് പറയുന്ന മഹിമ. അത് കണ്ടിറങ്ങേണ്ടത്. അത് കണ്ടിറങ്ങുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കലപ്പയ്ക്ക് കൈവച്ചിട്ട് അത് തിരിഞ്ഞു നോക്കത്തില്ല. എലിശയെ പോലായിരിക്കണം. എന്തുവാ? ഞാൻ ഇനിയും തിരിച്ചെടുക്കാൻ പോലെ. കാര്യം എന്ത് വേണം? അത് മൊത്തം തീർത്തിട്ടാ വന്നത്. അല്ലാതെ അപ്പനും അമ്മയോടും പറയാനല്ല വന്നത്. അവൻ എന്ത് ചെയ്തു? അവനുള്ളതെല്ലാം അവിടെ തീർത്തിട്ട് ഇനി എന്തുവാ? പുതിയ മനുഷ്യനായിട്ടാ വന്നത്. ആരൊക്കെ? ഏലിയാവ് പറയുന്ന അനുസരിച്ച് ഏലിയാവിന് ശിഷ്യനാവും. ഇന്ന് ദൂത് പ്രവചനം എല്ലാം കേട്ട് കഴിഞ്ഞാൽ ആരെ കണ്ടിറങ്ങിക്കോണം? ആരെ കണ്ടിറങ്ങിക്കോണം? ദൈവത്തെ കണ്ടതാണ്. പുള്ളിക്കാരൻ അമേകാലം ഓട്ട വിട്ടു, എല്ലാം വിട്ടു, പിന്നെയും വണ്ടി ഓടിച്ചു, പിന്നെയും പോയിച്ചു, ഗൾഫിൽ പോലെ എന്ന് പറഞ്ഞു പോയി, പരാജയപ്പെട്ടു. ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വെറുതെ വിടത്തില്ല.
അതുകൊണ്ട് പറഞ്ഞത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആരോടാ? എൻ്റെ മേൽ ആരുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് കളങ്കം അല്ലെങ്കിൽ കള്ളം അല്ലെങ്കിൽ കപടം ഒന്നും ആർക്കും ഇഷ്ടമല്ല. ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടമല്ല. എന്റെ ശരീരത്തിനകത്ത് എന്തേ ചെലാവും? രണ്ട് യജമാനെ സേവിക്കാൻ കഴിയത്തില്ല. പോസ്റ്റ് ഒരു നാമം കൊണ്ട് പോസ്റ്റും ഒരു നാമം കൊണ്ട് സ്തുതി സ്തോത്രം പറയാൻ പറ്റത്തില്ല. അഥവാ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നീ ഏറ്റു പറഞ്ഞിരിക്കും, മുട്ടുകുത്തിയിരിക്കും. കാര്യം എന്തുവാ? നിന്റെ മേലും വസിക്കുന്ന ആത്മാവിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തെ അകത്തോട്ട് കേൾക്കാൻ പറ്റത്തില്ല. കണ്ടോ? ദൂത് കേട്ടപ്പോ ഒരാൾ ഓടുവോ? കാര്യം എന്തുവാ? എല്ലാം തീർക്കേണ്ട തീർത്തു. ഇനി ബന്ധം ഒന്നുമില്ല. ഇനി ആർക്കുള്ളതാ? ഞാൻ ദൈവത്തിനുള്ളത്. എന്നോട് സ്തോത്രം പ്രവാചകൻ ആമേൻ ഏലിയാവ് പറയുന്ന അടുത്തോട്ട് മാത്രമേ ഇനി ഞാൻ സഞ്ചരിക്കത്തുള്ളൂ. ഞാൻ ഇനി ആർക്കുള്ളതാ? ഏലിയാവിന്റെ ശിക്ഷ. അല്ലാതെ സ്തോത്രം ഞാൻ എന്റെ വീട്ടുകാർക്കുള്ളവനാണ്. ഞാൻ ആർക്കുള്ളതാ? അതുകൊണ്ട് പത്രോസല്ല പറഞ്ഞപ്പോഴേ എന്ത് പറഞ്ഞു? മനുഷ്യനെ പിടിക്കുന്നത് പറഞ്ഞപ്പോഴേ വിറ്റ് കിട്ടിയ മീൻ വിറ്റ് കാശുണ്ടാക്കാൻ നിന്നില്ല. എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. മത്തായി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. മത്തായിയെ വിളിച്ചു. മത്തായി എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കിയോ? മത്തായി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മത്തായി പോയി. ഓരോരുത്തരെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു. സക്കായി വിളിച്ചോർന്ന സക്കായി പറഞ്ഞു, ഞാൻ കൊടുക്കാനില്ല. സ്തോത്രം. അതാണ് രൂപാന്തരം, അതാണ് മാറ്റം, അതാണ് ആരാഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇന്ന് ഞാൻ ദൈവത്തിന്റെ ദൈവമക്കളെ ഞാൻ പറയാം, നമുക്ക് സാഹചര്യങ്ങൾ കാണാം, ബലഹീനതകൾ കാണാം. ഇതൊന്നുമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഉണ്ട് ബലഹീനമുണ്ട്, സാഹചര്യമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ദൂത് എന്നോട് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ദൂത് ഏറ്റെടുത്തു. ആമേൻ. ബലഹീന ചെയ്തതിന്റെ പാവം ദൈവം ക്ഷമിക്കണം. ബലഹീനത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണം. സാഹചര്യത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണം. പക്ഷേ ഈ സാഹചര്യവും ഈ ബലഹീനവും എന്റെ ജീവിതത്തിൽ വേണ്ട. ഞാൻ ദൈവത്തിനുള്ളതാണ്. എന്റെ മേൽ ആ ബലഹീനവും സാഹചര്യത്തിന് മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങണം. എനിക്കൊരു മറുപടി നൽകണം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനകത്ത് ദൈവം നിശ്ചയമായി മറുപടി നൽകും. എല്ലാ ദൈവമക്കൾക്ക് എഴുന്നേക്കാൻ കർത്താവിന്റെ സന്നിധിയെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാനും എന്റെ കർത്താവ് എനിക്ക് ലോകത്തെ കാണിക്കുവാനോ മറ്റുള്ളവരെ കാണിക്കാനല്ല ഞാൻ വിശ്വാസത്തിൽ വന്നത്. ഞാൻ വന്നത് ക്രിസ്തുവിനെ അനുഭവിക്കാനാണ്. എനിക്ക് എന്റെ കുടുംബത്തിന് ക്രിസ്തുവിനെ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് നിവൃത്തിയായേ മതിയാകത്തുള്ളൂ. ദൂത് വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. എനിക്കൊരു ജീവിതമേ ഉള്ളൂ. അതെനിക്ക് കർത്താവിന് വേണ്ടിയുള്ളതാണ്. എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. ഇന്ന് പ്രിയ ദൈവമക്കളെ ഒന്ന് പൂർണ്ണമായി കർത്താവിനെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ. കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവജനത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ മേൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടട്ടെ. ദൈവ കർത്താവെ അടുത്ത വെള്ളിയാഴ്ച കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന മേൽ ദൈവത്തിന്റെ കൃപയെന്ന് വെളിപ്പെടട്ടെ. ദൈവ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ദൈവ കർത്താവെ അവിടെ അനുകൂലമായ സാഹചര്യം ഒരുക്കട്ടെ. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയട്ടെ. അടുത്ത സൺഡേയിലെല്ലാം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയട്ടെ. ദൈവ എല്ലാ പ്രതികൂലങ്ങളും ദേശത്തുനിന്ന് മാറിപ്പോട്ട് കർത്താവെ. പ്രതിസന്ധികൾ മാറിപ്പോട്ട് കർത്താവെ. എന്റെ ദൈവത്തിന്റെ വലിയ ശബ്ദം ഞങ്ങൾ ഓരോരുത്തർക്കായി ഒന്ന് അനുഭവിക്കുക. ദൈവം കൃപ പകരട്ടെ കർത്താവെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ കർത്താവെ. ഇനി സാഹചര്യം ഞാൻ പറയത്തില്ലപ്പാ. ഇനി പ്രതികൂലമായ സാഹചര്യം ഞാൻ പറയത്തില്ലപ്പാ. ബലഹീന ഞാൻ പറയത്തില്ലപ്പാ. കർത്താവെ അവിടെ ദൈവശക്തി വെളിപ്പെടാനപ്പാ. ആ സാഹചര്യം പൂർണ്ണമായി മാറട്ടെ. ആ ബലഹീനകൾ പൂർണ്ണമായി മാറട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ